Hello my dear students, welcome to JEE Advanced Discussion, Paper 2, Mathematics. Paper 1 പോലെ തന്നെ Paper 2 ഒരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ JEE അഡ്വാൻസ് ഈ വർഷം കുറച്ച് ഈസി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ക്വസ്റ്റ്യൻസ് പലതും പുതിയതായിരുന്നുവെങ്കിൽ പോലും നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. കൺസിഡറിങ് ദ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ദ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ, ദ വാല്യൂ ഓഫ് ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് 2 കോസ് ഇൻവേഴ്സ് 2/√5. ഔട്ട്സൈഡ് ടാൻ വന്നിരിക്കുന്നു, ഇത് ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റുന്നു, രണ്ടും ക്യാൻസൽ ചെയ്യുന്നു, ആൻസർ എഴുതുന്നു. ഓപ്ഷൻസ് എല്ലാം ഒരു നമ്പറിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ്, സൈൻ മീൻസ് ഓപ്പോസിറ്റ് ബൈ hypotenuse. So adjacent is 4. This become tan inverse 3/4. Next triangle, cos inverse. Cos is adjacent by hypotenuse. So opposite become 1. This also converted to tan inverse. It is tan inverse 1/2. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഇവിടെ ഈ കോസ് ഇൻവേഴ്സിൻ്റെ ടൈം ടാൻ ഇൻവേഴ്സ് 1/2 എന്ന് വരും. അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. സോ ടാൻ ഇൻവേഴ്സ് 2 ഇൻറ്റു 1/2 ബൈ 1 മൈനസ് 1/4. which is equal to tan inverse of 2 cancelled 1/3/4, which become 4/3. Our question is tan of tan inverse sin inverse 3/5 is written as tan inverse 3/4 minus tan inverse 4/3. Tan of this become tan inverse x minus y 3/4 minus 4/3 by 1 plus x into y 3/4 into 4/3. Tan inverse cancelled, this cancelled, denominator become 2, numerator take its LCM 9 minus 16/12. 9 minus 16 is minus 7, so it is minus 7/24. Option B is correct. Minus 7/24. Option B is correct. It's an easy question. Very easy. Next question. ഇത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ദ റീജിയൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ് വൈ എലമെന്റ് ഓഫ് ആർ ക്രോസ് ആർ, എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ്. സോ വി ഫൈൻഡ് ദ ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. വൈ എക്സ് ഈസ് പോസിറ്റീവ്, വൈ ഈസ് പോസിറ്റീവ്. വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x. ഇറ്റ്സ് എ പരാബോള. വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 minus 2x. It's also another parabola. 3y plus √8x less than or equal to 5√8. It is a straight line. അപ്പോൾ നമ്മുടെ ഫിഗർ 2 parabolas 1 straight line. നോക്കൂ, റഫായിട്ട് നമുക്ക് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് വൺ, y square equal to 4x. y square is equal to 4x.
This parabola can be written as y square is equal to minus 2 is taken common, x minus 6. x minus 6. y square equal to minus 4ax. ഈ പരാബോള വരുന്നത് y square equal to minus 4ax ഫോമിലാണ്. Open to left side. Its vertex is not 0, 0. Put x equal to 0, y becomes 0. Its vertex is 6, 0. അപ്പോൾ സെക്കൻഡ് പരാബോള വരുന്നത് ഷേപ്പിൽ. This point become 6, 0. Put x equal to 0, y equal to 0. Sorry, x equal to 6, y equal to 0. This is y square equal to 12 minus 2x. നമുക്ക് ഈ രണ്ട് പരാബോള ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. ഈ രണ്ട് പരാബോളയ്ക്കും ഇൻസൈഡ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏരിയ ആട്ടോ ആവശ്യം. ഇതിനകത്ത് ഏരിയ ആണ് ആവശ്യം. ആദ്യം ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. ദിസ് പരാബോള മീറ്റ് അറ്റ് സോൾവിങ് ദീസ് ടു. ഇത് രണ്ടോടെ സോൾവ് ചെയ്താൽ y സ്ക്വയറിന് പകരം 4x കൊടുത്താൽ വി ഗെറ്റ് 4x ഈക്വൽ ടു 12 മൈനസ് 2x, 6x ഈക്വൽ ടു 12, x equal to 2. This point become 2. When we put x equal to 2 here, y square equal to 8. So y is equal to plus or minus 2 root 2. Y square equal to 8, y is equal to plus or minus 2 root 2. This point become 2, 2 root 2. Okay. 2, 2 root 2. നമുക്ക് സ്ട്രൈറ്റ് ലൈനോടെ വരയ്ക്കാം. സ്ട്രൈറ്റ് ലൈൻ ബിക്കം 3y പ്ലസ് റൂട്ട് 8x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 root 8. അതിനകത്ത് നിങ്ങൾ എക്സിന് 0 കൊടുത്താൽ y എന്ത് കിട്ടും? 5 root 8/3 കിട്ടും. വൈക്ക് 0 കൊടുത്താൽ x 5 കിട്ടും അല്ലേ? വൈക്ക് 0 കൊടുത്താൽ root 8x equal to 5 root 8, x equal to 5. x equal to 5 ഏകദേശം x equal to 5 കുറച്ചുകൂടെ x equal to 5. സി അതുപോലെ തന്നെ ഈ സ്ട്രൈറ്റ് ലൈൻ നോക്കൂ, 2 root 2. എക്സിന് 2 കൊടുക്കുന്നു, വൈക്ക് 2 root 2 കൊടുത്താൽ ഇവിടെ നമുക്ക് 6 root 2 പ്ലസ് എക്സിന് 2 കൊടുത്താൽ 2 root 8. Root 8 is 2 root 2. അപ്പോൾ 2 into 2 root 2 it is 4 root 2. ശരിയല്ലേ? സോറി മാറിപ്പോയി. വൈക്ക് 2 root 2 ഇല്ല മാറിയിട്ടില്ല. വൈക്ക് 2 root 2 കൊടുത്തു കഴിഞ്ഞാൽ 6 root 2 വരും. ദെൻ എക്സിന് 2 കൊടുക്കുന്നു. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 into root 8. Root 8 is 2 root 2. It become 4 root 2. 4 root 2 is written as 10 root 2. 10 root 2 is also written as 5 into 2 root 2. That is 5 root 8. Okay. 5 root 8. 2 is written as root 4. 4 into 2 that is. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻ തീർച്ചയായിട്ടും ഈ രണ്ട് പോയിന്റ് ഇവിടെ പാസ് ചെയ്യും. റഫായിട്ട് വരച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ പാസസ് ത്രൂ ദിസ് 2 points. This 2 point. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 root 8 ആണ്. എക്സിന് 0, വൈക്ക് 0 കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ലോവർ പോർഷൻ ആണ് വരിക. ലോവർ പോർഷൻ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഈ പോർഷൻ, അനദർ ഇസ് ഈ പോർഷൻ. ഈ രണ്ട് പോർഷൻ്റെ ഏരിയ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻസൈഡ് ദ പരാബോള, ഫസ്റ്റ് ക്വാഡ്രന്റ്, ബിലോ ദ ലൈൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ബിക്കം A, this become B. This is a triangle and this is a parabola.
ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് മതി, താഴേക്ക് വേണ്ട. അവർ പറയുന്നുണ്ട് എക്സും വൈയും പോസിറ്റീവാണ്. അപ്പോൾ എ പ്ലസ് ബിയുടെ ഏരിയ കാണും, വിച്ച് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 2 എക്സ് കോർഡിനേറ്റ് ഫ്രം 0 to 2 അപ്പർ ലിമിറ്റ് കർവ് പരാബോള 0 to 2 പരാബോള. ഈ പരാബോള y സ്ക്വയർ ഈക്വൽ ടു 4x ആണ്. സോ y ഈസ് ഈക്വൽ ടു 2 റൂട്ട് എക്സ് dx പ്ലസ് ബി എന്ന് പറയുന്ന പോർഷൻ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ഇറ്റ്സ് ബേസ്. This point is 2, this point is 5. This length become 3 into what is height? X-ന് 2 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് y കോർഡിനേറ്റ് വരുന്നത് 2 റൂട്ട് 2 ആണ്. സോ ഹൈറ്റ് ഈസ് 2 റൂട്ട് 2. 2 cancelled. This become 2 into x raised to 1 by 2 ൻ്റെ ഏരിയ x raised to 1 by 2 integration become x raised to 1 by 2 plus 1, that is x raised to 3 by 2 by 3 by 2 from 0 to 2 plus 3 root 2, which is equal to 4 by 3, take its reciprocal, into, put x equal to 2, 2 raised to 3 by 2, 2 raised to 3 by 2 is root 2 whole cube, root 2 whole cube is 2 root 2 plus 3 root 2, which is equal to, answer become 8 root 2 by 3 plus 3, that is 8 root 2 plus 9 root 2 by 3. 3 LCM എടുക്കും. 8 root 2 plus 9 root 2 by 3, which is equal to 17 root 2 by 3. 17 root 2 by 3. Area of the region is called S alpha. Area is what? S alpha. Then what is alpha? This is equal to yes alpha root 2. ഈ കിട്ടിയിരിക്കുന്ന ഏരിയ ആൽഫ റൂട്ട് 2 എന്നെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്താണ്? റൂട്ട് 2 is cancelled. Therefore alpha is equal to 17 by 3. Option B is correct. Alpha is equal to 17 by 3. Option B is correct. Comparatively simple question. Okay. Goes to next question. The limit എന്നുള്ള question. Limit x tends to 0 plus sin of sin kx plus cos x plus x raised to 2 by x. That will become 2 by x equal to e raised to 6. Then the value of k is k യുടെ വാല്യൂ കണ്ടുപിടിക്കുക. x-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ this term become 0 plus 1 plus 0 the whole raised to infinity. 2 by 0, that is infinity. A finite number by 0 is infinity, which is of the form 1 raised to infinity. 1 raised to infinity. നിങ്ങൾ സ്ഥിരമായി കാണുന്നതാണ് 1 raised to infinity ഫോം വരുമ്പോൾ. This can be written as e raised to limit x tends to 0 plus f of x minus 1 into this power g of x, that is 2 by x into f of x minus 1 sin of sin kx plus cos x plus x minus 1, which is equal to e raised to 6. Then the value of k കണ്ടുപിടിക്കും. ഓക്കെ, രണ്ട് e to the power ആണ് വരുന്നത്. അപ്പോൾ ഈ പവർ മാത്രം ഇക്വേറ്റ് ചെയ്താൽ മതി. That implies 2 into limit x tends to 0 plus. This can be written as sin kx, sin of sin kx by sin kx. Sine angle തന്നെ ഡിനോമിനേറ്റർ വരുന്നു. This quantity become 1 at limit tends to 0 into sin kx ഡിവൈഡ് ചെയ്തപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു ബൈ, ഇവിടെ ഡിവൈഡഡ് ബൈ ഒരു എക്സ് ഉണ്ട്, ആ എക്സ് ഞാൻ അകത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഒരു കെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു.
സൈൻ്റെ ആംഗിൾ സൈൻ കെ എക്സ് ആണ്, അത് ഡിനോമിനേറ്ററിൽ വന്നു, കോമ്പൻസേറ്റ് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇത് 1 വരണമെങ്കിൽ ഓൾറെഡി ഇവിടെ ഒരു ഡിവൈഡ് ബൈ എക്സ് ഉണ്ട്, അത് ഞാൻ അകത്തേക്ക് കൊടുത്തു, അപ്പോൾ എക്സ് വരും. അത് കൂടാതെ സൈൻ്റെ ആംഗിൾ കെ എക്സ് ആണ്, കെ എക്സ് ഇസ് ഓൺ ഡിനോമിനേറ്റർ, ദിസ് ക്വാണ്ടിറ്റി ബിക്കം 1 ഇൻറ്റു കെ പ്ലസ് ഈ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദിസ് ഈ 2 ടൈം ഞാൻ അടുത്ത് എഴുതുവാണ്, കോസ് എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1 സീക്വൽ ടു 6. ഞാൻ പവർ മാത്രമേ ഇക്വേറ്റ് ചെയ്തുള്ളൂ, ബേസ് ഇ, എക്സ് ബ്രാക്കറ്റിന് ഇൻസൈഡ് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഡിവൈഡ് ബൈ എക്സ് കൊടുത്തു, കോസ് എക്സ് മൈനസ് 1 ബൈ എക്സ് കൊടുത്തു, എക്സ് ബൈ എക്സ് ദാറ്റ് ക്വാണ്ടിറ്റി ബിക്കം 1. ഇത് നിങ്ങൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ സംഭവിക്കും? ദിസ് ക്വാണ്ടിറ്റി 1, ദിസ് ക്വാണ്ടിറ്റി 1, ദിസ് ഇൻറ്റു കെ പ്ലസ് ഇത് 0 വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, cos x 1 minus cos x by x becomes 0 plus 1 is equal to 6. So we get into 2. ഒരു into 2 കോമൺ ആയിട്ടുണ്ട്, into. So k plus 1 is equal to 3. k plus 1 is equal to 3. അല്ലേ? k plus 1 is equal to ഈ 2 താഴേക്ക് ചെല്ലുമ്പോൾ 6 by 2, 3. So what is k? K is equal to 2. Option B, second option is correct. Second option is correct. K is equal to 2. K plus 1 is equal to 3. Then K is equal to 2. ഇതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. സ്ഥിരമായി കാണുന്ന മോഡൽ 1 raised to infinity form. This question from more than one correct option. A function f from R to R be a function defined by f of x is equal to x square into sin pi by x square when x not equal to 0, 0 if x equal to 0. Then which of the following statements is true? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ട് വരുന്നത്? ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഏതൊരു ഓപ്ഷൻ നിങ്ങൾ എടുത്താലും ഇതെല്ലാം 0 ഓപ്പൺ ഇൻ്റർവെല്ലാണ്. ഇവിടെ ഒരു സ്ഥലത്തെ 0 വരുന്നുള്ളൂ, ബാക്കിയെല്ലാം പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ എക്സിന് എന്തായാലും ഇവിടെ 0 അലൗഡ് അല്ല. അപ്പോൾ എക്സിന് 0 അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ ഓപ്ഷനിലും അത് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ പൈ ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ സൈൻ പൈ ബൈ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് എല്ലാ ഓപ്ഷനിലും പറയുന്നത് കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വരണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 implies sin പൈ ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഈ ക്വാണ്ടിറ്റി ഒരിക്കലും 0 വരുന്നില്ല, കാരണം ഓപ്ഷൻ നോക്കുന്നു. ഓപ്ഷൻ നോക്കിയാൽ നമുക്കറിയാം, ഓപ്ഷനിൽ ഇവിടെയാണ് എക്സിന് 0 കൊടുക്കുന്നുള്ളൂ. ആ എക്സിന് അത് ഓപ്പൺ ഇൻ്റർവെല്ലാണ്. ബാക്കി എല്ലാ ഓപ്ഷനും എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂസ്. അപ്പോൾ എക്സ് ഒരിക്കലും ഇവിടെ 0 അലൗഡ് അല്ല. അപ്പോൾ ഈ ക്വാണ്ടിറ്റി സൈൻ പൈ ബൈ എക്സ് സ്ക്വയർ 0 വരുന്ന സിറ്റുവേഷൻ നോക്കുന്നു. സൈൻ പൈ ബൈ എക്സ് സ്ക്വയർ 0 വരുന്ന സിറ്റുവേഷൻ ട്രിഗണോമെട്രിയിലേക്ക് വന്നാൽ സൈൻ പൈ ബൈ എക്സ് സ്ക്വയർ ബിക്കം 0 വെൻ പൈ ബൈ എക്സ് സ്ക്വയർ is multiple of pi is equal to n pi. That implies x square is equal to 1 by n. That implies x equal to 1 by root n. X become 1 by root n. Option A പറയുന്നു f of x equal to 0 has infinitely many solution in the interval 1 by 10 raised to 10 to infinity. 1 by 10 raised to 10 to infinity. എക്സിൻ്റെ വാല്യൂ കേട്ടോ പറയുന്നത്. നമുക്ക് ഓപ്ഷൻ എ ചെക്ക് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 by root n എന്നാണ്. ഇത് ഇൻഫിനിറ്റിക്കും പിന്നെ ഏതാണ് 1 by 10 raised to 10നും ഇടയിൽ വരുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് കിട്ടുന്നു, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ കിട്ടുന്നു എന്നാണ് പറയുന്നത്. നോക്കാം. രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുത്താൽ
ദിസ് ബിക്കം 0. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യുന്നു. 1/∞ ബിക്കം 0 ലെസ് ദാൻ √n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10⁻10. √n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10⁻10. See, here n is an integer, n pi, n is an integer. 10⁻10നും 0ക്കും ഇടയ്ക്ക് n-ന് ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് കിട്ടുമെന്നാണ് പറയുന്നത്. Where n is an integer. What is n? n means take its root. അപ്പോൾ 10⁻5നും സ്ക്വയറിങ് 10⁻20 വരും. 10⁻20ക്കും 0ക്കും ഇടയ്ക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കില്ല, ഫൈനൈറ്റ്ലി സൊല്യൂഷനെ നമുക്ക് കിട്ടുള്ളൂ. ബിക്കോസ് n is an integer. n ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് ഇൻറ്റിജർ വാല്യൂസേ നമുക്ക് അലൗഡ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഒരു കാരണവശാലും കിട്ടില്ല. ബിക്കോസ് n is an integer. ഇത്ര ഇതിനിടയ്ക്ക് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഇൻറ്റിജർ വാല്യൂസ് മാത്രം എടുത്താൽ മതി. മാത്രമല്ല sin π/x², 0 വരുന്ന വാല്യൂസ്. അപ്പോൾ അതൊരിക്കലും പോസിബിൾ അല്ല. ഓപ്ഷൻ എ ഇസ് നോട്ട് ട്രൂ. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ അവർ എക്സിൻ്റെ വാല്യൂ പറയുന്നത് 1/π മുതൽ ഇൻഫിനിറ്റി വരെയാണ്. എക്സ് എന്ന് പറയുന്നത് 1/√n ആണ്. ഈ 1/√n വാല്യൂ ഇൻഫിനിറ്റിക്കും 1/πക്കും ഇടയിലാണ്. ദാറ്റ് ഇംപ്ലൈസ് റെസിപ്രോക്കൽ എടുത്താൽ 0 ലെസ് ദാൻ √n ലെസ് ദാൻ ഓർ ഈക്വൽ ടു √n ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. പൈ എന്ന് പറഞ്ഞാൽ 3.14. അപ്പോൾ 3.14നും 0ക്കും ഇടയിൽ നോ സൊല്യൂഷൻ അല്ല, നമുക്കൊരു ഇൻറ്റിജർ കിട്ടും. 0ക്കും 3.14നും ഇടയിൽ നമുക്ക് ഇൻറ്റിജർ വാല്യൂ കിട്ടും. അപ്പോൾ നോ സൊല്യൂഷൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയല്ല. ഓക്കെ, അടുത്തത് ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് f(x) ഈക്വൽ ടു 0 ഇൻ ദ ഇൻ്റർവൽ 0 to 1/10⁻10. 0ക്കും 1/10⁻10നും എക്സിൻ്റെ വാല്യൂ 1/√n ബിറ്റ്വീൻ 1/10⁻10 ഇംപ്ലൈസ് റെസിപ്രോക്കൽ എടുത്താൽ 10⁻10 ലെസ് ദാൻ √n ലെസ് ദാൻ ഇൻഫിനിറ്റി. 10⁻10നും ഇൻഫിനിറ്റിക്കും ഇടയിൽ അവർ പറയുന്നു ഫൈനൈറ്റ് സൊല്യൂഷൻ ഉള്ളൂ. തെറ്റാണ്. കാരണം 10⁻10 മുതൽ ഇൻഫിനിറ്റി വരെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റിലി മെനി ഇൻറ്റിജർ വാല്യൂസ് കിട്ടും. അവർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഇവിടെ ഇൻഫൈനൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. അവിടെ ഫൈനൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഇൻഫിനിറ്റി വാല്യൂസ് വരെ അലൗഡ് ആക്കി കൊടുത്തിരിക്കുന്നു, എന്നിട്ട് പറയുന്നു ഫൈനൈറ്റ് സൊല്യൂഷനെ കിട്ടുകയുള്ളൂ. ശരിയല്ല. ഓപ്ഷൻ ഡി, f(x) has more than 25 solution in 1/π² less than 1/√n less than 1/π. That implies reciprocal എടുത്താൽ π less than √n less than π². That implies 3 point something less than √n less than 9 point something. 9 point something. അപ്പോൾ നമ്മളിതിപ്പോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9നും 81നും ഇടയിൽ മോർ ദാൻ 25 സൊല്യൂഷൻ കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 9, അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് പറയുന്നത് 9 ലെസ് ദാൻ ഒരു 82. ഓക്കെ, 82. അപ്പോൾ 9നും 81നും ഇടയിൽ അല്ലെങ്കിൽ 82നും ഇടയിൽ നമുക്ക് 25നേക്കാൾ മോർ ദാൻ 25 വാല്യൂസ് കിട്ടും. എന്നിന് മോർ ദാൻ 25 സൊല്യൂഷൻസ്. ഇപ്പോൾ ഓപ്ഷൻ ഡി ശരിയാണ്. ഇത് ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെക്ക് ചെയ്യുന്നതാണ് ബെറ്റർ. 4 ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. എ, ബി, സി ആർ ഫോൾസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും ലിമിറ്റുള്ള തന്നെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ലിമിറ്റിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. എസ് ബി എ സെറ്റ് ഓഫ് all alpha beta element of R cross R such that limit x tends to infinity sin x² into log x raised to alpha into sin 1/x² divided by x raised to alpha beta into log 1 plus x raised to beta.
ഹിയർ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? അപ്പോൾ അതിനകത്ത് ഈ ഒരു ടൈം ചെറിയ പ്രശ്നമുണ്ട്. കാരണം എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/∞ 0 വരും. ഞാൻ അത് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇത് മാത്രം സൈൻ 1/x² ബൈ 1/x² ഇൻറ്റു 1/x². ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി മീൻസ് 1/x² ടെൻസ് ടു 0. എക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ 1/x 0 വരും. അപ്പോൾ സൈൻ്റെ ആംഗിൾ ടെൻസ് ടു 0, ദാറ്റ് ആംഗിൾസ് ഓൺ ഡിനോമിനേറ്റർ ദിസ് ക്വാണ്ടിറ്റി ബിക്കം 1. അപ്പോൾ ഇത് 1 ആയിപ്പോയി. അപ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിൽ ഒരു 1/x² ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ x² താഴേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മൾ പവറുകളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പോയിന്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ലോഗ് ഇൻഫിനിറ്റി വരും. ഇവിടെ ലോഗ് 1+∞ വരും. 1+∞ ആയാലും ഇൻഫിനിറ്റി ആയാലും ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ ലോഗ് 1+x ലോഗ് എക്സും രണ്ട് സെയിം ആണ് വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ ലോഗ് എക്സ് ഈക്വൽ ടു ലോഗ് 1+x. അപ്പോൾ ഡിനോമിനേറ്റർ ലോഗ് എക്സ് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. വൈ? ഇൻഫിനിറ്റി +1 ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ രണ്ടിൻ്റെയും ബേസ് സെയിം ആകുമ്പോൾ നമുക്ക് പവർ സിംപ്ലിഫൈ ചെയ്യാം. a⁻m/a⁻n. അപ്പോൾ നമുക്ക് ലോഗ് x⁻α - β എന്ന് എഴുതാം. ലോഗ് a⁻m/a⁻n, ഇത് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ്. ബാക്കി വരുന്ന ടൈമുകൾ സൈൻ ഓഫ് x², സൈൻ x² ഉണ്ട്. പിന്നെ ഇവിടെ ഒരു x² ഉണ്ട്. ആ x² താഴെ വന്നു കഴിയുമ്പോൾ x⁻2 + α⁵ വരും. മൈ കറക്റ്റ്? x⁻2 + α⁵. 1/x² നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ x⁻2 + α⁵ എന്ന് വരും. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 0 കിട്ടണം. ഓക്കെ, നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്യും. ഓപ്ഷൻ എ. ഓപ്ഷൻ എയിലേക്ക് വന്നാൽ ഇത് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവർ പറയുന്നുണ്ട് α⁵ ബിലോങ്സ് ടു r×r. രണ്ട് റിയൽ നമ്പറാണ്. അപ്പോൾ ആൽഫയ്ക്ക് -1 ബീറ്റയ്ക്ക് 3 കൊടുത്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ആൽഫയ്ക്ക് -1 ബീറ്റയ്ക്ക് 3 സൈൻ x² ബൈ ആൽഫയ്ക്ക് -1 ബീറ്റയ്ക്ക് 3. അപ്പോൾ ഇവിടെ -3 വരും. ശരിയല്ലേ? ആൽഫയ്ക്ക് -1 ബീറ്റയ്ക്ക് 3 2 - 3 അപ്പോൾ 1 വരും ബൈ എക്സ്. നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ഈസ് ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ -1 and 1. എ ഫൈനൈറ്റ് നമ്പർ ബിറ്റ്വീൻ -1 and 1. ദിസ് ക്വാണ്ടിറ്റി ഈസ് ഓൾവേസ് എ ഫൈനൈറ്റ് നമ്പർ ബിറ്റ്വീൻ -1 and 1. അപ്പോൾ അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് -1നും 1നും ഇടയിലുള്ള ഒരു ഫൈനൈറ്റ് നമ്പർ ബൈ x⁻⁻1 x⁻⁻1 ഇൻറ്റു ലോഗ് x⁻⁻. ആൽഫ ഈസ് -1 ബീറ്റ ഈസ് 3. -1 - 3 ഇറ്റ് ബിക്കം -4. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1/x⁻⁻1 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എക്സ് ബൈ ലോഗ് x⁻⁴. എക്സ് ബൈ ലോഗ് x⁻⁴. ലോഗ് എക്സിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിൽ വളരെ സ്ലോയിലായിരിക്കും ലോഗ് എക്സ് ഇൻക്രീസ് ചെയ്യുന്നത്. ശരിയല്ലേ? ലോഗ് ടു ദ ബേസ് 10. നമ്മളിപ്പോൾ എക്സിന് 1000 കൊടുത്തു കഴിഞ്ഞാൽ 10³ വരും, 3 കിട്ടുള്ളൂ. അപ്പോൾ എക്സ് 1000ലേക്ക് എത്തിയിട്ടും അതിൻ്റെ ആൻസർ 3ലേക്ക് എത്തുന്നു. അപ്പോൾ ലോഗരിതം വളരെ സ്ലോവിലി ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ എക്സുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ എക്സ് ബൈ ലോഗ് എക്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എക്സ് ഈസ് വെരി വെരി ലാർജർ.
than log x. So infinity by a number is become infinity not equal to 0. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് പറ്റില്ല. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ ടൈം എന്തായാലും -1നും 1നും ഇടയ്ക്കുള്ള ഒരു ഫൈനൈറ്റ് നമ്പറായി, അതിനെക്കുറിച്ച് നമ്മൾ വറീഡ് ആവണ്ട. ആൽഫയ്ക്ക് -1 ബീറ്റയ്ക്ക് 1, ആൽഫയ്ക്ക് -1 ബീറ്റയ്ക്ക് 1 കൊടുത്താൽ ആൽഫ ബീറ്റ എത്ര കിട്ടും? -1 കിട്ടും. 2 - 1 1 കിട്ടും. അപ്പോൾ 1/x വരും. ഇനി ഇവിടെ ആൽഫയ്ക്ക് -1 ബീറ്റയ്ക്ക് 1, അപ്പോൾ log x റേസ് ടു -2 വരും ഇൻറ്റു 1/log x ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ആൽഫയ്ക്ക് 1 -1 ബീറ്റയ്ക്ക് 1 കൊടുത്താൽ ഇപ്പോൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 1/∞ വരും. ദിസ് ക്വാണ്ടിറ്റി ബിക്കം 0. ഈ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഓപ്ഷൻ ബി എടുക്കാം. ദെൻ ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കാം. സി ആൽഫയ്ക്ക് 1 ബീറ്റയ്ക്ക് -1, ആൽഫയ്ക്ക് 1 ബീറ്റയ്ക്ക് -1 എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആൽഫയ്ക്ക് 1 ബീറ്റയ്ക്ക് -1, അപ്പോൾ log x ദ ഹോൾ സ്ക്വയർ വരും ബൈ ആൽഫയ്ക്ക് 1 ബീറ്റയ്ക്ക് -1 ബൈ എക്സ് വരും. പഴയ സിറ്റുവേഷൻ തന്നെ ഞാൻ ഓപ്ഷൻ എ പറഞ്ഞതുപോലെ തന്നെ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി log x ഇൻക്രീസിങ് വെരി സ്ലോലി ബട്ട് എക്സ് വെരി ക്വിക്ലി. എക്സ് വളരെ സ്പീഡിൽ അങ്ങ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വെൻ എക്സ് ടെൻസ് ടു 0, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ഡിനോമിനേറ്റർ ബിക്കം വെരി ലാർജ് നമ്പർ. So this quantity become infinity, 1/∞. Answer become 0. അപ്പോൾ ഓപ്ഷൻ സിയും ശരിയാവും. ഓപ്ഷൻ സി ഈസ് ഓൾസോ. കം ടു ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ഓപ്ഷൻ ഡി ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ദിസ് ക്വാണ്ടിറ്റി ബിക്കം -1നും 1നും ഇടയ്ക്കുള്ള വാല്യൂ ആണ്. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആൽഫയ്ക്ക് 1 ബീറ്റയ്ക്ക് -2, അപ്പോൾ 1 - -2 അപ്പോൾ 3 കിട്ടും. log x റേസ് ടു 3 ബൈ ആൽഫയ്ക്ക് 1 ബീറ്റയ്ക്ക് -2, പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ -2 കിട്ടും. 2 - 2 അപ്പോൾ 0 വരും. ഇത് ഒരിക്കലും 0 ആവില്ല. ഡിനോമിനേറ്റർ 1 വരും അല്ലേ. 1 × -2 it become -2, 2 - 2 0, x raised to 0 is 1. This quantity tends to infinity. Answer is also infinity, not 0. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നമുക്ക് കറക്റ്റായിട്ട് ഇടും. മോർ ദാൻ 1 കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും മോർ ദാൻ 1 കറക്റ്റ് ഓപ്ഷനിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 ഡയമെൻഷൻ ജോമെട്രി. പേപ്പർ 1ലും 3 ഡയമെൻഷൻ ജോമെട്രിയിലെ ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു. ഇതും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ ഡ്രോൺ ഫ്രം ദ പോയിന്റ് പി പാരലൽ ടു ദ ലൈൻ. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ റേഷ്യോ നമുക്ക് ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ തന്നെ എടുക്കാം. പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, പാസ് ചെയ്യുന്ന പോയിന്റും ഉണ്ട്, ഡയറക്ഷൻ റേഷ്യോ ഉണ്ടെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ഓഫ് ലൈൻ ഓൾറെഡി ഇവർ L1 L2 എന്ന് വിളിച്ചിട്ടുണ്ട്. നമുക്ക് ആ ലൈനെ L എന്ന് വിളിക്കാം. L എന്ന് പറയുന്ന ലൈൻ x-1/1 y-3/2 z-2/1. പാസ് ചെയ്യുന്ന പോയിന്റ് 1 3 2, ഡയറക്ഷൻ റേഷ്യോ 1 to 1 ഈക്വൽ ടു ഒരു ലാംഡ എന്ന് കൊടുത്താൽ ഈ ലൈനിൽ ആർബിട്രറി പോയിന്റ് കിട്ടും. വാട്ട് ഈസ് ആർബിട്രറി പോയിന്റ്? ലാംഡ +1, 2 ലാംഡ +3, ലാംഡ +2. ആർബിട്രറി പോയിന്റ്. ദിസ് ലൈൻ ഇന്റർസെക്ട് ദ പ്ലെയിൻ L1. ഈ ലൈൻ ഈ പ്ലെയിനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നു. ആ പോയിന്റാണ് Q. ദിസ് പോയിന്റ് Q. അപ്പോൾ ഈ Q എന്നുള്ള പോയിന്റ് നമുക്ക് ഈ പ്ലെയിനിൽ കൊടുക്കാം, കാരണം ലൈനും പ്ലെയിനോടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്.
അപ്പോൾ പ്ലെയിനിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ പ്ലേസിൽ ലാംഡ പ്ലസ് 1 മൈനസ് 2 ലാംഡ പ്ലസ് 3. ഇപ്പം മൈനസ് 2 ലാംഡ മൈനസ് 3 പ്ലസ് 3 ഇൻറ്റു ഇസെഡ് പ്ലസ് 3 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 6. 6 കട്ട് ചെയ്ത് പോയി. 3 ലാംഡ മൈനസ് 2 ലാംഡ, ദിറ്റ് ഈസ് ലാംഡ. ലാംഡ പ്ലസ് ലാംഡ, ഇറ്റ് ഈസ് 2 ലാംഡ. 2 lambda is equal to 2. That implies lambda is equal to 1. 2 lambda is equal to 2. Lambda is equal to 1. Okay. ലാംഡയ്ക്ക് 1 എന്നുള്ള വാല്യൂ കൊടുത്താൽ ക്യൂ എന്നുള്ള കറക്റ്റ് പോയിന്റ് കിട്ടുന്നു. 2 5 3. ലാംഡയ്ക്ക് 1 കൊടുത്തു. ക്യൂ ഈസ് 2 5 3. P is given. P is 1 3 2. ഇനി അനദർ സ്ട്രേറ്റ് ലൈൻ വിച്ച് പാസസ് ത്രൂ ക്യൂവിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ആ ലൈനെ നമുക്ക് വേണമെങ്കിൽ ഇത് ഓൾറെഡി L വിളിച്ചു, L1 L2 ഉണ്ട്, അതിനെ നമുക്ക് L3 എന്ന് വിളിക്കാം. L3 പാസസ് ത്രൂ 2. പാസസ് ത്രൂ 2 എന്ന് പറയുമ്പോൾ x മൈനസ് 2 ബൈ y മൈനസ് 5 ബൈ z മൈനസ് 3 ബൈ. ഓക്കെ, പാസ് ചെയ്യുന്ന പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു L1. ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. പ്ലെയിൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരും. നിങ്ങൾക്കറിയാം പ്ലെയിൻ്റെ ഡയറക്ഷൻ റേഷ്യോ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഡയറക്ഷൻ റേഷ്യോ ഓഫ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ്. ലൈൻ്റെ ഡയറക്ഷൻ റേഷ്യോ അതിന് പാരലൽ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലൈൻ്റെ ഡയറക്ഷൻ റേഷ്യോ തന്നെ പ്ലെയിനും എടുക്കാം. ഈ പ്ലെയിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ലൈനിനും എടുക്കാം. രണ്ട് സെയിം ആയിരിക്കും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. അപ്പോൾ ഈ പ്ലെയിൻ്റെ ഡയറക്ഷൻ റേഷ്യോ വരുന്നത് 1 മൈനസ് 1 3 ആണ്. അതുകൂടി എടുക്കാം. 1 മൈനസ് 1 3 ആണ്. സീക്വൽ ടു മ്യൂ എന്ന് കൊടുത്താൽ ഇതിനകത്തെ ഒരു ആർബിട്രറി പോയിന്റ് നമുക്ക് കിട്ടും. മ്യൂ പ്ലസ് 2 മൈനസ് മ്യൂ പ്ലസ് 5 3 മ്യൂ പ്ലസ് 3 ദ ആർബിട്രറി പോയിന്റ്. ദിസ് ലൈൻ ഇന്റർസെക്ട് വിത്ത് അനദർ പ്ലെയിൻ L2. ഈ പോയിന്റിനെ നാം R എന്ന് വിളിക്കുന്നു. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് R. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ പോയിന്റ് എടുത്ത് പ്ലെയിനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ R കിട്ടും. കറക്റ്റ് R എത്രയാണെന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. മ്യൂ പ്ലസ് 2 മൈനസ് മ്യൂ പ്ലസ് 5 പ്ലസ് 3 മ്യൂ പ്ലസ് 3 അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ പ്ലേസിൽ കൊടുത്താൽ 2 മ്യൂ പ്ലസ് 4 മൈനസ് മ്യൂ പ്ലസ് 5 മൈനസ് മ്യൂ പ്ലസ് 5 കൂടെ കൊടുത്താൽ പ്ലസ് മ്യൂ മൈനസ് 5 3 മ്യൂ പ്ലസ് 3 മ്യൂ പ്ലസ് 3 സീക്വൽ ടു മൈനസ് 4. സിംപ്ലിഫൈ ചെയ്താൽ 4 മ്യൂ പ്ലസ് 2 മ്യൂ 6 മ്യൂ 6 മ്യൂ 4 പ്ലസ് 3 7 മൈനസ് 5 2 റൈറ്റിലേക്ക് പോയാൽ മൈനസ് 6. ദാറ്റ് ഇംപ്ലൈസ് മ്യൂ സീക്വൽ ടു മൈനസ് 1. മ്യൂ സീക്വൽ ടു മൈനസ് 1. മ്യൂ മൈനസ് 1 കൂടെ കൊടുത്താൽ R എന്ന് പറയുന്ന കറക്റ്റ് പോയിന്റ് കിട്ടി. 1 6 0. ദിസ് ഈസ് R. അപ്പോൾ നമുക്ക് 3 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. P Q R. P Q R. These are the 3 points. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് പി ക്യൂ. ലെങ്ത് ഓഫ് ലൈൻ സെഗ്മെന്റ് പി ക്യൂ. ഓപ്ഷൻ എ. വാട്ട് ഈസ് പി ക്യൂ? root of x2 minus x1 the whole square 1, y2 minus y1 the whole square, y2 minus y1 the whole square 4, z2 minus z2 the whole square 1 is equal to root 6. അവർ റൂട്ട് 6 തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. കോർഡിനേറ്റ് ഓഫ് ആർ ഈസ് 163. തെറ്റാണ്. നമുക്ക് 160 ആണ് കിട്ടിയിരിക്കുന്നത്. സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ പി ക്യു ആർ. തേർഡ് ഓപ്ഷൻ നോക്കാം. Centroid is x1 plus x2 plus x3 by 3. 2 plus 1 3.
3 plus 1 4, 4 by 3. y1 5 plus 3 8, 8 plus 6 11 by 3. 8 plus 6 14 by 3. 3 plus 2 5, 5 plus 0 5 by 3. സെൻട്രോയിഡ് ശരിയാണ്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. നെക്സ്റ്റ്, പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ പി ക്യു ആർ. പെരിമീറ്റർ ഈസ് സൈഡിൻ്റെ ലെങ്തിൻ്റെ സം. പി ക്യു നമുക്ക് കിട്ടിയിട്ടുണ്ട് √6 ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേറെ സൈഡ് നോക്കാം. പി ആർ, വാട്ട് ഈസ് പി ആർ? റൂട്ട് ഓഫ് പി ആർ 1 minus 1 0 plus 9 plus 4. This is √13 വരും. √13 അതിനകത്ത് ഇല്ല എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും ഓപ്ഷൻ തെറ്റാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ഓപ്ഷൻസ് ആണ്. വൺ ഈസ് ഓപ്ഷൻ എ, ദിസ് ഈസ് ട്രൂ. അനദർ ഈസ് ഓപ്ഷൻ സി, ദിസ് ഈസ് ഓൾസോ ട്രൂ. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ശരിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. A1 B1 C1 be 3 points in XY plane. Suppose that A1 C1 and B1 C1 are the tangents to the curve y square equal to 8x, y square equal to 8x. Draw a parabola. Y square is equal to 8x. Then parabola. At A1 and B1, tangents to 2 points A1 and B1. A1, B1. Respectively, center is 0, 0, O. This become 0, 0. C1 is -4, 0. Then which of the following statement is true? Okay, XY plane A1 C1 B1 C1 are tangents. A1 C1 S, A1 C1 and B1 C1. So these tangents are drawn from the point C1. We take this as the point C1 -4, 0. ടാൻജന്റ് വരച്ചിരിക്കുന്നത് ഈ പോയിന്റിൽ നിന്നാണ്. ടാൻജന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാൻജന്റ് A1 B1 എന്തായാലും കണ്ടുപിടിക്കണം. ലെങ്ത്തിനെ കുറിച്ചൊക്കെയാണ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എഴുതാം. ആർബിട്രറി പോയിന്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ A1 എന്ന് പറയുന്ന പോയിന്റ് AT² 280 പാരാമെട്രിക് കോർഡിനേറ്റ് AT² 280. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് പാരാമെട്രിക് ഫോം yt equal to x plus a t². Equation of tangent in parametric form. Here a is what? Y square equal to 8x. So a is equal to 2. Y square equal to 4ax ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ a is equal to 2. And this tangent passes through the point -4, 0. അപ്പോൾ ആ പോയിന്റ് നമുക്ക് ഇവിടെ കൊടുത്താൽ yക്ക് 0 കൊടുത്തു, ഇവിടെ 0 കിട്ടി. എക്സിന് -4 കൊടുത്തു, plus 2t². That implies t² is equal to 2. That implies t is equal to plus or minus √2. t is equal to plus or minus √2. അപ്പോൾ A1 എന്ന് പറയുന്ന പോയിന്റ് AT² 280 ആണ്. AT², t² is what? t² is 2. A is 2. So ഈ പോയിന്റ് വരുന്നത് 4, 2AT². A2 ആണ്. 280. T എന്ന് പറയുന്നത് √2, A എന്ന് പറയുന്നത് 2. അപ്പോൾ 4√2. ദിസ് പോയിന്റ് ബിക്കം 4, -4√2. AT² 280 എന്നാണ് പോയിന്റ്സ് വരുന്നത്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് ലൈൻ സെഗ്മെന്റ് OA1. ലെങ്ത് ഓഫ് ലൈൻ സെഗ്മെന്റ് OA1. ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ, OA1 is
റൂട്ട് ഓഫ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 16 പ്ലസ് 32 ദാറ്റ് ഈസ് 48. റൂട്ട് 48. റൂട്ട് 48 ഈസ് വാട്ട്? റൂട്ട് 48 ഈസ് 16 into 3 ദാറ്റ് ഈസ് 4 റൂട്ട് 3. ശരിയാണ്. ഓപ്ഷൻ എ ഇസ് ട്രൂ. ലെങ്ത് ഓഫ് ലൈൻ സെഗ്മെന്റ് A1 B1. ഓപ്ഷൻ ബി നോക്കാം. A1 B1. ഈ രണ്ട് ലൈനും തമ്മിലുള്ള ലെങ്ത്. This height 4 root 2, this height minus 4 root 2. So it become 8 root 2. അത് തെറ്റാണ്. അടുത്തത് ഓർത്തോസെൻറ്റർ ഓഫ് ദ ട്രയാങ്കിൾ A1 B1 C1. ഈ ട്രയാങ്കിളിൻ്റെ ഓർത്തോസെൻറ്റർ. ഓർത്തോസെൻറ്റർ ഈസ് വാട്ട്? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. നോക്കൂ, നമുക്കിവിടെ സ്ലോപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. സ്ലോപ്പ് ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. സൈഡിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതൊരു ഓൾട്ടിറ്റ്യൂഡാണ്. ഇതൊരു ഓൾട്ടിറ്റ്യൂഡാണ്. ഇനി വേറൊരു ഓൾട്ടിറ്റ്യൂഡോ കണ്ടുപിടിച്ചാലും മതി. നോക്കൂ, സ്ലോപ്പ് ഓഫ് OA1 ഈക്വൽ ടു 4 root 2 by 4 which is root 2. Slope of B1 C1 y2 minus y1 minus 4 root 2 by x2 minus x1 8 which is minus root 2 by 2 minus 1 by root 2. See, product of slope is minus 1. So these two lines are perpendicular. Okay. ഇതും perpendicular ആണ്. ഇതും perpendicular ആണ്. Point of intersection of altitude. Point of intersection of altitude is called orthocenter. So orthocenter is 0 0. ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. അടുത്ത ഓപ്ഷൻ തെറ്റായിരിക്കും. ബോത്ത് എ ആൻഡ് സി, എയും സിയും ശരിയാണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. 8th ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. They give a functional equation is of the form f of x plus y is equal to f of x plus f of y. f of x plus y is equal to f of x plus f of y. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. f of x equal to what? kx എന്നെടുക്കാം. ഫംഗ്ഷണൽ ഇക്വേഷൻ f of x plus y is equal to f of x plus f of y. f of x into y is equal to f of x plus f of y ആയിരുന്നെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷൻ എടുക്കും. അതുപോലെ തന്നെ g of x plus y is equal to g of x into g of y. That's an exponential function. So g of x is taken as, ഇവിടെ k1 എടുത്തു, this become a raised to k1x, this become a raised to k2x. a raised to k2x. a raised to x നടത്താലും കുഴപ്പമൊന്നുമില്ല. ഈ k1 k2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആക്ച്വൽ ഫംഗ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ രണ്ട് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് f of minus 3/5 is 12. അപ്പോൾ എക്സിന് മൈനസ് 3/5 കൊടുത്താൽ 12 കിട്ടും. എക്സിന് മൈനസ് 3/5 കൊടുത്താൽ 12 കിട്ടും. ഇത് കട്ട് ചെയ്ത് പോയി 4 വരും. അപ്പോൾ k1 ഈക്വൽ ടു മൈനസ് 20 കിട്ടും. Therefore f of x is what? minus 20x. f of x is minus 20x. What is g of x? g of x കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ല g of x ആക്ച്വൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിന് മൈനസ് 1/3 കൊടുക്കുമ്പോൾ 2 is equal to a raised to minus k2/3 minus k2/3. a raised to minus k2/3 equal to 2. That implies 8 is equal to a raised to minus k2. രണ്ട് സൈഡ് ക്യൂബ് ചെയ്തു. That is equal to a raised to k2 equal to 1/8. രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുത്തു. a raised to k2 1/8 കിട്ടി.
അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എ റേസ് ടു കെ ടു ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതാം. എ റേസ് ടു കെ ടു ഈസ് 1/8. സോ ഇറ്റ് ബിക്കം 1/8 റേസ് ടു എക്സ്. ഓക്കെ, g of x is a raised to k2 into x. It can be written as a raised to k2 whole raised to x. A raised to k2 is 1/8. 1/8 whole raised to x is 1/8 raised to x. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. f of 1/4. f of 1/4. Put x equal to 1/4. Minus 20 into 1/4, which is -5. Then g of -2. g of -2. 1/8 raised to -2. That is 64. അല്ലേ? 8 raised to 2, 64. What is g of 0? g of 0, it is 1. അതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ -5 plus 64 minus 8 into 1. Okay. 64 minus 8. Minus 13. Minus 13. So 54. Answer become 51. Then integer type of question. Answer is 51. ഫങ്ഷണൽ ഇക്വേഷൻ എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഗോസ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th one. പ്രോബബിലിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി. എ ബാഗ് കണ്ടെയ്ൻസ് ടോട്ടൽ n balls, ഔട്ട് ഓഫ് വിച്ച് 3 balls ആർ വൈറ്റ്. ബാഗ് എടുക്കുന്നു, ടോട്ടൽ n balls ഉണ്ട്, 3 വൈറ്റ്, 6 ഗ്രീൻ. And the remaining balls blue. Total n ആണ്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? n-9. This become blue. Okay. This become blue. Assume that the ball are identical. Otherwise, 3 balls are drawn randomly, one after another without replacement. 3 ബോൾ എടുക്കുന്നുണ്ട്. ഒന്നെടുത്തു, എടുത്തു without replacement. I is equal to 1, 2, 3, Wi, Gi, Bi denotes the event that the ball drawn in the ith draw is white ball, green ball, blue. W1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡ്രോയിൽ വൈറ്റ് എടുത്തു എന്നാണ് മീനിങ്. B2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡ്രോയിൽ ബ്ലൂ എടുത്തു. G1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡ്രോയിൽ ഗ്രീൻ എടുത്തു. ഓക്കെ, the probability that ഇതിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷൻ 2/5n, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യാം. ആദ്യം ഈ ഇൻഫർമേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. W1, P of W1, ടോട്ടൽ n ബോളാണ്. ഈ n ബോളിൽ നിന്ന് ആദ്യം ഒരു വൈറ്റ് ബോൾ എടുത്തേ. 3 വൈറ്റ് ആണുള്ളത്. ദാറ്റ് ബിക്കം 3/n അല്ലേ? 3 വൈറ്റ് ഉണ്ട്, ടോട്ടൽ n ബോളാണ്. ഇൻറ്റു ഇൻ്റർസെക്ഷൻ G2 ആണ്. അടുത്ത് ഗ്രീൻ എടുക്കണ്ടേ, ശ്രദ്ധിക്കണേ. ഞാൻ അടുത്ത ബോൾ എടുക്കാൻ ചെല്ലുമ്പോൾ ബോളിൻ്റെ എണ്ണം 1 കുറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് n-1 ആണ്. ഗ്രീൻ എടുക്കുന്നു, ഗ്രീനിൽ കുറവൊന്നുമില്ല. ഇൻറ്റു B3, മൂന്നാമത്തെ ബോൾ, തേർഡ് ഡ്രോ, അത് ബ്ലൂ ആണ്. ടോട്ടൽ ബോളിൻ്റെ എണ്ണം 2 എണ്ണം കുറഞ്ഞു. ഇറ്റ് ബിക്കം n-2. ബ്ലൂവിൻ്റെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. ഇറ്റ് ബിക്കം n-9, വിച്ച് ഇസ് ഈക്വൽ ടു 2/5n. സിംപ്ലിഫൈ ചെയ്ത് n കണ്ടുപിടിക്കണം. n കട്ട് ചെയ്തു, 2, 6 കട്ട് ചെയ്തു, 3 കിട്ടി. 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 9 × 5 45 ഇൻറ്റു n-9. ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ n-1 × n-2, വിച്ച് ബിക്കം n² - 3n + 2. ലെഫ്റ്റ് റൈറ്റിലേക്ക് ഉണ്ട് എല്ലാ ടൈമും. n² -3n ഉണ്ട്. 45n റൈറ്റിലേക്ക് ചെല്ലുമ്പോൾ 48n കിട്ടുന്നു. ശരിയാണോ? ശരിയാണോ? -3n -45 45 × 9. 45 × 9 30. 5
405 അല്ലേ? ഇത് റൈറ്റിലേക്ക് ചെല്ലുന്നു. അപ്പോൾ പ്ലസ് 405 പ്ലസ് 2 ദാറ്റ് ഈസ് പ്ലസ് 407 is equal to 0. We get a quadratic equation in terms of n. അപ്പോൾ 407 നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 പറ്റില്ല. 4 + 7 11 ആണ്, 6 7 പറ്റില്ല, 8 പറ്റില്ല, 9 പറ്റില്ല, 11 നോക്കാം. 3 × 11 33, remaining 7 37. Yes. 11 × 37 11 × 37. Yes. 11 + 37 ചെയ്താൽ 48 കിട്ടും. So we write n - 37 into n - 11 is equal to 0. So n equal to 11,37. എന്നിന് നമുക്ക് 2 വാല്യൂസ് കിട്ടി. ഒരു കണ്ടീഷനോടെ ഉണ്ട്. ഇതോടെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. B3 given W1 intersection G2 that is equal to P of B3 intersection W1 intersection G2 by P of W1 intersection G2 is equal to 2/9 അല്ലേ? P of A given B is equal to P of A intersection B divided by P of B. ഈ ന്യൂമറേറ്റർ W1 intersection G2 intersection B3 അവരോട് തന്നിട്ടുണ്ട്, ശരിയല്ലേ? W1 G2 അല്ല, ഇല്ല മാറിയിട്ടില്ല, B3. ഇത് 2/5 എന്നാണ്. ന്യൂമറേറ്റർ is 2/5n. They already given. Divided by denominator. First row is white. First row is white is 3/n into second row is green. Second row is green is 6/n - 1 is equal to 2/9. n cancelled. Then 9 3 cancelled, 3 6 cancelled, 2. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 4/5 into n - 1 is equal to 2. ശരിയാണോ? ടു അല്ല, തെറ്റിപ്പോയി. ന്യൂമറേറ്റർ ചെല്ലുമ്പോൾ 2 into n - 1/10 is equal to 2. റെസിപ്രോക്കൽ ന്യൂമറേറ്ററിലേക്ക് ചെല്ലുമ്പോൾ 2 കട്ടായി പോയി. n - 1 is equal to 10. That implies n equal to 11. അപ്പോൾ ഈ കേസിൽ നിന്ന് n equal to 11 കിട്ടി. ഫസ്റ്റ് കേസിൽ നിന്ന് 11 37 കിട്ടി. രണ്ടിലും കോമൺ ആയിട്ട് കിട്ടിയിരിക്കുന്ന കേസ് n equal to 11. So this is the answer. n is to 11 is the answer. ഓക്കെ, ഒരു കേസിൽ നിന്ന് 11 37 കിട്ടി, അടുത്ത കേസിൽ നിന്ന് 11 കിട്ടി. സോ കോമൺ ആൻസർ ഈസ് n equal to 11. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും നമ്പർ ഓഫ് സൊല്യൂഷൻ ഫംഗ്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ദ നമ്പർ ഓഫ് സൊല്യൂഷൻ ഓഫ് f(x) = 0. ഈ ഫംഗ്ഷൻ്റെ ആൻസർ 0 കിട്ടണം. 0. 2 ഇക്വേഷൻ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, f(x)നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. f(x) = e⁻πx കോമൺ ആണ്. പിന്നെ x⁻2023 + 2024x + 2025 കോമൺ ആണ്. x² - x + 3 കോമൺ ആണ്. ബാക്കി sin x + 2 അവിടെ ഉണ്ട്. x⁻2023 പ്ലസ് 2024x പ്ലസ് 2025 ഇൻറ്റു sin x പ്ലസ് 2. ഓക്കെ, sin x പ്ലസ് 2. ഇതിനകത്ത് ഇതിൻ്റെ ആൻസർ 0 കിട്ടണം. ഇതിൻ്റെ ആൻസർ 0 കിട്ടണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ടേം ഒരു കാരണവശാലും 0 വരില്ല. ഇറ്റ്സ് ആൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇറ്റ്സ് റേഞ്ച് ഫ്രം
ഓപ്പൺ ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി. ഈ ഇക്വേഷനിലേക്ക് വന്നാൽ ഇറ്റ്സ് ഡിസ്ക്രിമിനൻറ്റ് b² - 4ac ഈസ് 1 - 12 which is negative. So and coefficient of x² is positive. It's a quadratic expression. അതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് നെഗറ്റീവ് ആണ്, കോഎഫിഷ്യൻ്റ് ഓഫ് x² പോസിറ്റീവുമാണ്. സോ ദിസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ഇതും ഒരു കാരണവശാലും 0 വരില്ല. നെക്സ്റ്റ് sin x + 2. നമ്മൾ ഡിനോമിനേറ്ററിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ന്യൂമറേറ്റർ ആണ് നോക്കേണ്ടത്. sin x ഈസ് ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ -1 and 1. +2 ചെയ്താൽ ഒരിക്കലും ഇതിൻ്റെ ആൻസർ 0 വരില്ല. സോ വി കൺസിഡർ ഓൺലി ദിസ് ഫംഗ്ഷൻ. ഐ റൈറ്റ് h of x ഈക്വൽ ടു x⁻²2023 പ്ലസ് 2024 x പ്ലസ് 2025. h of x ഈക്വൽ ടു x⁻²2023 പ്ലസ് 2024 x പ്ലസ് 2025. ഇത് 0 വരുന്നുണ്ടോ? ഇതൊരു ഓഡ് ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് റാൻഡമായിട്ട് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാം. വാട്ട് ഈസ് h of -1? ഇത് മൈനസ് വരും, ഇത് -2024 വരും, പ്ലസ് 2025. 0 കിട്ടി. അപ്പോൾ എക്സിന് -1 കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടി. നമ്പർ ഓഫ് സൊല്യൂഷൻ, എത്ര സൊല്യൂഷൻ ഉണ്ടെന്നാണ് ചോദ്യം. എനിക്ക് -1 കൊടുത്തപ്പോൾ 0 കിട്ടി. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒരു കാര്യം ഇവിടെ ചെയ്താൽ പറയാൻ പറ്റും. ഞാനത് ഡിഫറൻസിയേഷൻ നടത്തും. അപ്പോൾ 2023 x⁻²2022 പ്ലസ് 2024. ദിസ് ക്വാണ്ടിറ്റി ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇത് ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ഇത് ഈവൻ ആവും, പ്ലസ് 2024. സോ ദിസ് ഈസ് പോസിറ്റീവ്. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് ദിസ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ദിസ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. പിന്നെ അത് എക്സ് ആക്സിസിൽ ഒരൊറ്റ പോയിന്റിലേ ക്രോസ് ചെയ്യുള്ളൂ. ഇൻക്രീസിങ് അല്ലേ? ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആയാലും ഇത് തന്നെയാണ് അവസ്ഥ. സോ ഓൺലി വൺ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ -1 ആണ്. അവരുടെ ക്വസ്റ്റ്യൻ അതല്ല, എത്ര സൊല്യൂഷൻ ഉണ്ടെന്നാണ്. ഓൺലി വൺ സൊല്യൂഷൻ. സോ ദ ആൻസർ ഈസ് 1. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണെങ്കിൽ പോലും, ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് വലുതാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. P equals 2i plus j plus 3k and q equals i minus j plus k for some real number alpha, beta, gamma. We have 15i plus 10j plus 6k is equal to this. What is the value of gamma? ഗാമയുടെ വാല്യൂ എന്താണെന്ന് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഈ 2p plus q പറയുന്നത് എന്തായിരിക്കും? 2p plus q is a linear combination of p and q. പിന്റെയും ക്യൂവിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ പിയും ക്യൂവും കിടക്കുന്ന പ്ലെയിനിലാണ്ടാവും. ഇതും അതെ, പിയും ക്യൂവും കിടക്കുന്ന പ്ലെയിനിലാണ്ടാവും. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും യു ഡോട്ട് വിത്ത് ടേക്ക് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് പി ക്രോസ് ക്യൂ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പി ക്രോസ് ക്യൂ കൊണ്ട് ക്രോസ് ചെയ്യാം. പി ക്രോസ് ക്യൂ കൊണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ക്രോസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ക്രോസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? യു ക്രോസ് അല്ല ഡോട്ട് ചെയ്യാം. ഡോട്ട് ചെയ്യാം ലെഫ്റ്റ് സൈഡ് ആസ് വെൽ ആസ് റൈറ്റ് സൈഡ് വിത്ത് പി ക്രോസ് ക്യൂ. അപ്പോൾ എന്താ കിട്ടുക? 15i plus 10j plus 6k dot p cross q is equal to എന്ത് എഴുതാം? is equal to ഇതുണ്ടാവില്ല. കാരണം എന്താ? p cross q dot 2p plus q 0 ആയിരിക്കും. It will be 0 plus 0 plus gamma p cross q dot p cross q. It will be p cross q square. P cross q square ആയിരിക്കും അല്ലേ? അപ്പോൾ what will be the value of gamma? For gamma will be, അപ്പോൾ ഗാമയുടെ വാല്യൂ എന്തായിരിക്കും? It will be 15i plus 10j, അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ, plus 6k dot p cross q divided by p cross q square. അത്ര ചെയ്താൽ മതി. p cross q square. അപ്പം the problem is done if you know the value of p cross q. അത്രയേ ഉള്ളൂ. അപ്പോൾ പി ക്രോസ് ക്യൂവിൻ്റെ വാല്യൂ കാണും. എന്താ പി ക്രോസ് ക്യൂയുടെ വാല്യൂ നോക്കാം. പി ക്രോസ് ക്യൂവിൻ്റെ വാല്യൂ നോക്കാം. പി ക്രോസ് ക്യൂവിൻ്റെ വാല്യൂ എന്താ? ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ. എന്താണ് പി ക്രോസ് ക്യൂ? 213. പിന്നെ 1 - 1 1 അല്ലേ? 1 - 1 1. എന്താ പി ക്രോസ് ക്യൂ? 2 × 1 + 4
1 plus 3, 4i. Minus j into 2 minus 3, minus 1, plus j. K into minus 2 minus 1. This minus 3k. This is plug in the answer. What is the value of gamma? Therefore, gamma is equal to P cross Q square. Now, the denominator square is down. Square is it is 16 plus 9 plus 9. 16 sorry. 16 plus 1 plus 9. 16 plus 1 plus 9. Denominator square is root ഉണ്ടാവില്ല. ഇവിടെ ഡോട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇതും കൂടി ഡോട്ട് ചെയ്യുക. This 15 into I, that is 60 plus 10 minus 6 is 18. എന്താ അതിൻ്റെ വാല്യൂ നോക്കിയാൽ മതി. 60, 70, 70 നിന്ന് 18 കുറയ്ക്കുക. 18 കുറച്ചാൽ 52 അല്ലേ? 52 ഡിവൈഡഡ് ബൈ 17 അല്ല 10, 10, 26. അപ്പം 26. അപ്പം ഗാമയുടെ വാല്യൂ എന്താ? 2 ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷെ പ്രൊവൈഡഡ് ഇഫ് യു നോ ദിസ് ഐഡിയ അല്ലേ? പി ക്രോസ് അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും പ്ലഗ് ചെയ്തിട്ട് വലിയ ലെങ്തി ആയിട്ട് ചെയ്യണം. അപ്പം അതല്ല അതിൻ്റെ ക്രക്സ് കേട്ടോ. 2 എക്സാംസ്. അപ്പം നല്ല ചോദ്യം അത്. സിമ്പിൾ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. A normal with slope 1 by root 6 is drawn from the point 0 minus alpha to the parabola x square equals minus 4ay where a is bigger than 0. അപ്പോൾ ഇവിടെ a alpha അത് വേറെ ആണ്, ഇത് ആൽഫ തന്നെയാണ്. Let L be the line passing through 0 minus alpha and parallel to a directrix of the parabola. Suppose L intersects the parabola at 2 points A and B. R denotes the length of the lateral sectum and S denotes the square of the length of the line segment AB. R is to S is equal to 1 is to 16. What is the value of 24A? 24A വാല്യൂ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ഒരു പാരബോള വരയ്ക്കാം. എങ്ങനെയാണ് പാരബോള ഉള്ളത്? ദിസ് ഇസ് y ആക്സിസ്, x ആക്സിസ്. ഇതാണ് നമ്മളെ പാരബോള. Parabola is faced downwards. This is the parabola. This is x square equals minus 4ay. That's parabola. 4ay. അപ്പോൾ 4ay ആണെങ്കിൽ ലാറ്റർ സെക്ടം 4a തന്നെയാണ്. അപ്പം ഇവിടെ എന്താ വെച്ചാൽ 0 മൈനസ് ആൽഫ. 0 മൈനസ് ആൽഫ ഇസ് എ പോയിന്റ്. ഈ നോർമലിസ്റ്റ് വിത്ത് അപ്പോൾ എന്തായാലും 0 മൈനസ് ആൽഫ പറയുന്നത് എന്തായാലും ഈ ലൈൻ പാസിംഗ് 0 മൈനസ് ആൽഫ നോർമൽ എപ്പോഴും ഇത് കൂടി എങ്ങനെ പാസ് ചെയ്യല്ലോ? 0 മൈനസ് ആൽഫ ഇസ് എ പോയിന്റ് വേർ 0 നോർമൽ ഇസ് ഡ്രോൺ വിത്ത് സ്ലോപ്പ് 1 by root 6. സ്ലോപ്പ് 1 by root 6 ആണെങ്കിൽ എന്തായാലും ഇവിടെ ആവില്ല പോയിന്റ്. ഇവിടെ ആണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് ആവും, ഇവിടെ ആണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് ആവും. അപ്പം എന്തായാലും ഇവിടെയാണ് പോയിന്റ് ഉണ്ടാവുക. 0 മൈനസ് ആൽഫ, 0 മൈനസ് ആൽഫയാണ്. അപ്പം ഇവിടെ നിന്നൊരു നോർമൽ വരയ്ക്കുകയാണ്. യു ആർ ഡ്രോയിങ് എ നോർമൽ. അപ്പോൾ ഇവിടുത്തെ ഒരു ടാൻജൻ്റ് ആണ്. അപ്പോൾ ഈ നോർമലിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട് 1 by root 6 ആണെന്ന്. അപ്പോൾ ഈ പോയിന്റ് ടി ആണെങ്കിൽ ഈ പോയിന്റ് ടി പറഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് എങ്ങനെ വിചാരിക്കാം? ഈ പോയിന്റ് എങ്ങനെ വിചാരിക്കാം? ഈ പോയിന്റ് ടി, എനി പോയിന്റ് ടി ഓൺ y square equals 4x എന്താ? 8t square 280 ആണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ 280 മൈനസ് 8t square താഴെ വരുമ്പോൾ 280. ഇപ്പം 280 എ ആണ്, ഇത് 80 minus 8t square. ഇതാണ് any point t on the parabola x square equals minus 4a. അപ്പോൾ ഇവിടെ what is slope of tangent? ഇത് ഡിഫറൻഷിയേറ്റ് എന്താ കിട്ടുക മക്കളെ? 2x is equal to minus 4a y dash. അപ്പോൾ y ഡാഷിൻ്റെ വാല്യൂ എന്തായിരിക്കും? x by minus 2a വരും. അപ്പോൾ what is slope of tangent? Slope of tangent. Therefore slope of tangent will be x by minus 2a അല്ലേ? അപ്പോൾ എക്സിന് പകരം എന്തെഴുതാ? ഇൻസ്റ്റെഡ് ഓഫ് എക്സ് യു പുട്ട് ഈ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈ കോട്ടേറ്റ് 280 കൊടുക്കാം അല്ലേ? അപ്പോൾ 280 കൊടുത്താൽ 2a വെട്ടിപ്പോവും. ആൻസർ വിൽ ബി മൈനസ് ടി. അപ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് മൈനസ് ടി ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് നോർമൽ എന്തായിരിക്കും? ഫോർ സ്ലോപ്പ് ഓഫ് നോർമൽ ഇതെന്തായിരിക്കും? മൈനസ് ടിയുടെ നെഗറ്റീവ് റെസിപ്രോക്കൽ അല്ലേ? അപ്പോൾ 1/t.
ഈ 1/t ആണ് തന്നിട്ടുള്ളത്, 1/√6 ആണ്. ടിയുടെ വാല്യൂ √6 ആണ്. ഇതൊരു കഥയാണ്, ഇതൊരു ഔട്ട്കം ആണ്. അപ്പൊ t = √6 ആണ്, നമുക്ക് ഈ പോയിന്റ് കിട്ടി. എന്തായിരിക്കും പോയിന്റ്? t = ഇവിടെ ടിയുടെ വാല്യൂ √6 ആയിരിക്കും. ഇത് √6 ആണെങ്കിൽ ടിയുടെ വാല്യൂ √6 ആയിരിക്കും. അപ്പൊ ടിയുടെ വാല്യൂ √6 ആണെങ്കിൽ 2√6a, കോമ ഇവിടെ ടിക്ക് പകരം 6, അപ്പൊ -6a വരും അല്ലേ. അപ്പൊ നമുക്ക് ആൽഫ ഇൻ ടേംസ് ഓഫ് എ കാണാം അല്ലേ. ആൽഫ ഇൻ ടേംസ് ഓഫ് എ കണ്ടൂടെ? റൈറ്റ്, കഴിഞ്ഞു. അപ്പോൾ യു ക്യാൻ റൈറ്റ് ആൽഫ ഇൻ ടേംസ് ഓഫ് എ. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് കണ്ടോ? ഇതിന്റെ സ്ലോപ്പ് 1/√6 അല്ലേ. അപ്പോൾ സ്ലോപ്പ് √6 ആണെങ്കിൽ ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് x കോർഡിനേറ്റ് എന്തായിരിക്കും? ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ x കോർഡിനേറ്റ് 1/√6 ആയിരിക്കും. റൈറ്റ്, അതെ. അപ്പം ഇത് ആൽഫ ആണെങ്കിൽ അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? -6a മൈനസ് ആൽഫ. ദിസ് -6a മൈനസ് ആൽഫ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 2√6a. 2√6a. ഇതിന്റെ വാല്യൂ എന്താ? 1/√6 ആണ്. കാരണം സ്ലോപ്പ് അല്ലേ. അപ്പൊ നമുക്ക് കണ്ടോ, ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ x കോർഡിനേറ്റ്, അതാണ് 1/√6. അപ്പൊ ഇതിൽ നിന്ന് 1/√6 കളയാം. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? യു ഗെറ്റ് -6a. എന്താ കിട്ടുക? ഇതിൽ നിന്ന് എന്താ കിട്ടുക? -6a പ്ലസ് ആൽഫ ഇസ് ഈക്വൽ ടു 2a എന്ന് വരും. അപ്പൊ യു ഗെറ്റ് എ റിലേഷൻ കണക്ടിങ് എ ആൻഡ് ആൽഫ അല്ലേ. 8a പറയുന്നത് ആൽഫയായിരിക്കും. 8a പറയുന്നത് ആൽഫ. ഇതൊരു ഔട്ട്കമാണ്. 8k പറയുന്നത് ഒരു ആൽഫയായിരിക്കും. ഇതൊരു ഔട്ട്കമാണ്. ആൽഫ ഈസ് 8a. അപ്പോൾ ഈ ആൽഫയുടെ സ്ഥാനത്ത് 8a ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ചോദ്യം എന്താ ഇവിടെ? ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ എന്താ ചോദ്യം? ഇനി ചോദ്യം നോക്കാം. ലെറ്റ് L be the line passing to 0. Suppose if the line parallel to L is parallel to direct x എപ്പോഴും x ആക്സിനോട് പാരലൽ ആയിരിക്കും. അപ്പൊ ഇതാണ് എ ബി എന്നുള്ള വര. ഇതാണ് എ ബി എന്നുള്ള വര. എ ബി എന്നുള്ള വര അതാണ്. അപ്പൊ ഈ പോയിന്റ് ഇതിപ്പോ ഈ പോയിന്റ് എയുടെ വാല്യൂ, ആൽഫയുടെ വാല്യൂ 8a ആണ്. അപ്പൊ ദിസ് വിൽ ബി 0 - 8a ആണ് അല്ലേ. 0 - 8a ആണ്. അപ്പൊ 0 - 8a. അപ്പൊ ഈ വരയുടെ പേരെന്താ? y ഈക്വൽസ് അതെ, y ഈക്വൽസ് -8a ആണ്. ഈ ലൈനിന്റെ പേര് y ഈക്വൽസ് -8a ആണ്. അപ്പൊ ഇവിടെ പകരം y ഈക്വൽസ് -8a കൊടുത്താൽ ഇതിന്റെ y കോർഡിനേറ്റ് -8a തന്നെ ആയിരിക്കും. ഇതിന്റെ ഇത് y കോർഡിനേറ്റ് -8a തന്നെ ആയിരിക്കും. y കോർഡിനേറ്റ് -8a ആയിരിക്കും. വാട്ട് വിൽ ബി ദ x കോർഡിനേറ്റ്? x കോർഡിനേറ്റ് നോക്കാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ x സ്ക്വയർ ഈക്വൽസ് -4a into -8a. അപ്പം വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് x? എന്നാൽ 32a² ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ √32a ആണ്. അപ്പോൾ ഇത് √32a ആണ്. ദിസ് ഇസ് √32a. ഇതൊക്കെ വൃത്തിയിൽ വേണമെങ്കിൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. -√32a. അപ്പോൾ വാട്ട് ഇസ് ദി ലെങ്ത് എ ബി? ചോദ്യം എന്താ? എസ് ബി ദ സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് എ ബി. വാട്ട് ഇസ് R/S എന്ന് ചോദിച്ചാൽ, അപ്പോൾ R/S, R/S എന്ന് പറഞ്ഞാൽ എന്താ? R എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എ ബി സ്ക്വയർ, വെച്ചാൽ എ ബി സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ ലാറ്റർ സെക്ടറിന്റെ ലെങ്ത് ആണ് അല്ലേ. എസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലാറ്റർ സെക്ടർ അല്ലേ. ആർ ഡിനോട്ട്സ് ദ ലെങ്ത് ഓഫ് ലാറ്റർ. എസ് ആണ്. അപ്പൊ തിരിച്ചു പോയി, എസ് ആണ്. ആർ ഡിനോട്ട്സ് ദ ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടർ. അപ്പൊ ആറാണ് ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടർ. ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടർ 4a ആണ്. ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് വെച്ചാൽ എ ബി സ്ക്വയർ ആണ്. അപ്പൊ എ പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് 4a. ഓക്കെ. എ ബി സ്ക്വയർ എത്രയാ പറയാ? വാട്ട് ഇസ് എ ബി സ്ക്വയർ? എ ബി സ്ക്വയർ ഇസ് 32 √32. അപ്പം 2√32 അതിന്റെ സ്ക്വയർ. അപ്പം 4 × 32a² ആണ് അല്ലേ. 4 × 32a² ആണ്. ഇവിടെ 4 × a ആണ്. 4 × a ആണ് അല്ലേ. R is 4a. റൈറ്റ്. അപ്പൊ എല്ലാം റെഡി ആയില്ലേ? എല്ലാം എയിലേക്കായി. അപ്പൊ ഈ എയും വെട്ടിപ്പോയി, ഒരു എ ബാക്കി ഉണ്ടാവും. ഈ 4ഉം വെട്ടിപ്പോയി. അപ്പൊ R/S വിൽ ബി 32 1/32a ആണ്. അപ്പോൾ 1/32a ആണ് തന്നിട്ടുള്ളത്. 1/16 ആണ്. അപ്പോൾ വാട്ട് ഇസ് എ? അപ്പോൾ 2a 16 is equal to 32a. അപ്പോൾ വാട്ട് വിൽ ബി? therefore 32a is equal to 16, or 2a equals 1. 2a equals 1. എന്താ ചോദ്യം? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 24a?
24a ആകുമ്പം 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Therefore 24a is 12. അല്ലേ, ശരിയല്ലേ? 12 is answer. അപ്പോൾ ആൻസർ ഇസ് 12. അത്രയേ ഉള്ളൂ, സിമ്പിൾ ചോദ്യമാണത്, അത്ര പ്രശ്നമൊന്നുമില്ല, ക്യാൻ ബി ഡൺ. ഇതിപ്പം ഇതിൻ്റെയൊക്കെ ജനറൽ ഫോം അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. വെറുതെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പോയിന്റ് കൊടുത്താൽ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കിട്ടും. അപ്പോൾ അതിന് നെഗറ്റീവ് സ്ലോപ്പിൽ സ്ലോപ്പ് ഓഫ് നോർമൽ ആയിരിക്കും. ബാക്കിയൊക്കെ ഒറിജിനൽ വേയിൽ ചെയ്യാം. പാരലൽ ടു ഡയറക്ട്രിക്സ് എന്നാൽ പാരലൽ ടു എന്താണ് എക്സ് ആക്സിസ് ആണ്. കാരണം ചിത്രം വരയ്ക്കും, അത്രയേ ഉള്ളൂ. നമുക്ക് 13th ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം 1 infinity to r is defined as f of t equals -1 raised to n plus 1. Plus 1 ആണ്. n plus 1 into 2, where t is equal to 2n minus 1. n belongs to n. Is equal to 2n plus 1 minus t by 2 f of 2n minus 1 plus t minus 2n minus 1 by 2 f of 2n plus 1. അത് പീസ് വൈസ് ആക്കി തന്നിരിക്കുകയാണ് ഫംഗ്ഷൻ. പിന്നെ define g of x equals 1 to x f of t dt, x belongs to 1 infinity. Alpha denote the number of solutions to the equation g of x equals 0 in the interval 1 8. And beta is x is tending to 1 plus g of x minus 1. And the value of alpha plus beta എന്താണ് ചോദ്യം. അപ്പോൾ ആദ്യം ഈ ഫംഗ്ഷൻ വൃത്തിയിൽ ഡിഫൈൻ ചെയ്യാം. നോക്കൂ, എഫ് ഓഫ് 1 നോക്കൂ, ടി ഓഡ് നമ്പേഴ്സ് ആവാം. കണ്ടോ, 2n minus 1, n belongs to 1 ആവാം, 3 ആവാം, ഇങ്ങനെ പോവാം. 1 to infinity ആണ് ഡിഫൈൻ. അപ്പോൾ എഫ് ഓഫ് 1ന്റെ വാല്യൂ എന്താ നോക്കാം. എഫ് ഓഫ് 1ന്റെ വാല്യൂ ഇവിടെ 1 കൊടുക്കുക, എന്നിന് പകരം 1 കൊടുക്കുക, അല്ലേ? എന്നിന് പകരം 1 കൊടുക്കുമ്പോൾ -1 ക്യൂബ് വരും. -1 ക്യൂബ് ഇസ് -1 വിൽ ബി -2. അപ്പോൾ എഫ് ഓഫ് 3യുടെ വാല്യൂ എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് മാത്രമാണ് ഈ വാല്യൂ വരും, അല്ലാത്തപ്പോഴേ ഈ വാല്യൂ എടുക്കുക. അപ്പോൾ n 3 ആകുമ്പോൾ എന്താ വാല്യൂ വരും? ഇവിടെ 3 ആകുമ്പോൾ ഇവിടെ എന്നിന് പകരം 2 കൊടുത്താൽ ടിയുടെ വാല്യൂ 3 വരും, അല്ലേ? ഇനി 2 ആകുമ്പോൾ എന്നിന് പകരം 2 കൊടുക്കുക. ഇവിടെ 2 ആകുമ്പം 2 plus 1 3, -1 raised to 3 -1, ഇറ്റ് ഇസ് മൈനസ് ആദ്യം n 1 കൊടുക്കുമ്പം 2 ആണ്, +2 ആണ്, സോറി +2 ആണ്. ഇത് -2 വരും. എഫ് ഓഫ് 5യുടെ വാല്യൂ എന്താ? എഫ് ഓഫ് 5ന്റെ വാല്യൂ എന്നിന് പകരം 3 കൊടുക്കാം. 3 കൊടുത്താൽ ഇവിടെ 3 + 1 4 വരും. -1 raised to 4 is +1, it is 2. കണ്ടോ? അപ്പോൾ ആ പാറ്റേൺ പിടിക്കാം. അപ്പോൾ ഓൾട്ടറേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് വരും. അപ്പോൾ എഫ് ഓഫ് 7 പറയുന്നത് -2 ആയിരിക്കും, എഫ് ഓഫ് 9 പറയുന്നത് 2 ആയിരിക്കും, ആൻഡ് സോ ഓൺ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനേഷൻ നോക്കണം. നോക്കൂ, 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 3 ആകുമ്പം 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 3 ആകുമ്പോൾ നോക്കൂ, 1 ആകുമ്പോൾ വാല്യൂ 2 ആണ്. 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ കിടക്കുമ്പോൾ എന്താ സംഭവിക്കുക? 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ കിടക്കുമ്പോൾ ഫംഗ്ഷൻ ഇതാണ്, കണ്ടോ? 1ൻ്റെയും 3ൻ്റെയും. അപ്പോൾ n 1 ആണ്, കണ്ടോ? n 1 ആകുമ്പോൾ ഇത് 1 ആണ്, n 1 ആകുമ്പോൾ 3 ആണ്. അപ്പോൾ ഇഫ് ടി ഇസ് ലൈൻ ബിറ്റ്വീൻ 1 and 3, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ? എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? n 1 കൊടുക്കുക. അപ്പോൾ 3 minus t by 2 into f of 3. f of 3യുടെ വാല്യൂ -2 ആണ്. എഫ് ഓഫ് അല്ല, ഇത് 3 അല്ല, അപ്പോൾ എഫ് ഓഫ് 3 അല്ല, ഇറ്റ് ഈസ് it will be 3 minus t divided by 2 into f of 1 minus t minus 1, t minus 3 into f of 1, പിന്നെ t minus 1 plus t minus 1 by 2 into f of 3. ഇങ്ങനെയാണ് വരിക, അല്ലേ? ഇതാണ് ഫംഗ്ഷൻ. ഇനി എഫ് ഓഫ് 2ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? എഫ് ഓഫ് 1ൻ്റെ സ്ഥാനത്ത് വാട്ട് ഇസ് എഫ് ഓഫ് 1? എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ പകരം 2 കൊടുക്കാം. എഫ് ഓഫ് 3ക്ക് പകരം -2 കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 2 വെട്ടിപ്പോവും. ഈ 2 വെട്ടിപ്പോവും. ഈ 2 വെട്ടിപ്പോവും.
what you get is 3 minus t minus t minus t plus 2. അപ്പോൾ എന്താ 3 minus t minus 3 minus t minus t plus 1. It will be 4 minus 2t. ഇതാണ് ഒരു കഥ. 4 minus 2t. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് t lie between, whenever t lie between 3 and 5. 3 ഫൈൻഡ് എടുക്കുമ്പോൾ what is f of t? f of t യുടെ വാല്യൂ എന്തായിരിക്കും? 5 minus t by 2 into f of 3 plus t minus 3 divided by 2 into f of 5. സിംപ്ലിഫൈ ചെയ്യാം. 2 വെട്ടിപ്പോകും. അപ്പോൾ എന്താ കിട്ടുക? -5 plus t plus t minus 3. അപ്പോൾ t 2t minus 8 വരും. 2t minus 8 വരും അല്ലേ? 2t minus 8. ഇനി 5ൻ്റെയും 7ൻ്റെയും ഇടയിൽ കിടക്കുമ്പോഴോ f of t യുടെ വാല്യൂ എന്തായിരിക്കും? 7 minus t by 2 into f of 5 plus 5 minus t minus 5 into f of 7 അല്ലേ? f of 7 minus t into f of 5 minus t minus 5 into f of 7. f of 7 എന്താ? -2 ആണ്. ഇത് സിംപ്ലിഫൈ എന്താ? 2 വെട്ടിപ്പോ. f of 5 പറഞ്ഞാൽ 2 ആണ്. ഇത് 2 ആണ്. അപ്പോൾ 2 വെട്ടിപ്പോകുമ്പോൾ 7 minus t plus t minus t plus 5. But it will be 2t, 12 minus 2t. It will be 12 minus 2t. 12 minus 2t. അല്ലേ? 12 minus 2t. ഇനി ഒന്നുകൂടി ചെയ്താൽ മതി തോന്നുന്നു. 7 അതെ 17 90 ഇടയിൽ കിടക്കണം. What will be f of t? It will be 9 minus t by 2 into f of 7. f of 7 value നമുക്ക് അറിയാം. f of 7 value -2 plus t minus 7 t minus 7 by 2 into 2. Simplify that. Minus t minus 9 plus t minus 7. 2t minus 16. 2t minus 16. അപ്പോൾ 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ കിടക്കുമ്പോൾ 4 minus 2t. 3ൻ്റെയും 5ൻ്റെയും എടുക്കുമ്പോൾ 2t minus 8. 12 minus 2t. 2t minus 6. ഭംഗിയുണ്ട് കേട്ടോ. 4 minus 2t, 12 minus 2t. ഇവിടെ 2t minus 8, 2t minus 16. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് എഴുതി ഇങ്ങനെ. ഇതാണ് f of xൻ്റെ ഭംഗിയുള്ള വാല്യൂ. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കാം. ട്രൈ ടു ഡ്രോ ദ ഗ്രാഫ്. അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക? ഇതാണ് x ആക്സിസ് എങ്കിൽ, ഇതാണ് y ആക്സിസ് എങ്കിൽ ഇത് 0 ആണ്, ഇത് 1 ആണ്, 2 ആണ്, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ 1ൻ്റെയും 8ൻ്റെ ഇടയിലേ ഉള്ളൂ അല്ലേ? 1ൻ്റെയും 8ൻ്റെ ഇടയിലേ ഉള്ളൂ g of x equals 0. ഓക്കെ, കുഴപ്പമില്ല. ഇനി f of xൻ്റെ ഗ്രാഫ് വരച്ച് നോക്കാം. f of 1 എന്ന് പറയുന്നത് 2 ആണ്. This is 1, 2. This is 2. f of 3 പറയുന്നത് -2 ആണ്. This is -2. This is -2. അപ്പോൾ 4 minus 2t ആണ്. 1 ആകുമ്പം 2 ആകുമ്പം 2 ആവും. This is the graph. 4 minus 2t. ഇത് 4 minus 2t. 1ൻ്റെയും 3ൻ്റെ ഇടയിൽ കിടക്കുമ്പോൾ 4 minus 2t ആ ഫംഗ്ഷൻ. ഓക്കെ, ഇനി 3ൻ്റെയും 5ൻ്റെയും f of 3 ആകുമ്പോൾ -2 ആണ്. f of 5 ആകുമ്പോൾ 2 ആണ്. 3ൻ്റെയും 5ൻ്റെ ഇടയിലാകുമ്പോൾ 3 ആകുമ്പോൾ 3 to 6 minus 8 -2 ആണ്. ഓക്കെ, ഇതൊക്കെ കണ്ടിന്യൂസ് ആണല്ലോ ഫംഗ്ഷൻ. 4 കൂടി പാസ് ചെയ്യും. t4 ആകുമ്പോൾ 4 to 8, 8 minus 8 0 ആണ്. അപ്പോൾ എല്ലാം ഭംഗിയിൽ തന്നെയാണ്. 6 ആകുമ്പോൾ 5ൻ്റെയും 7ൻ്റെ ഇടയിൽ 12 minus 2t ആണ്. ഇവിടെ 5 കൊടുത്താൽ 10 ആവും, 2 ആവും, ശരിയാണ്. 7 കൊടുത്താൽ 14 ആകുമ്പോൾ -2 ആവും, ശരിയാണ്. അപ്പം 0 ആകുമ്പോൾ 6 ആവും, ശരിയാണ്. അപ്പോൾ 6 ഇതേപോലെ ഇങ്ങനെ വരും. ഏകദേശം നമുക്ക് കോസ് ഇൻവേഴ്സ് അല്ല സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിൻ്റെ ഗ്രാഫ് പോലെ അല്ലേ? അതുപോലെയല്ല ഞാൻ പറയാം. ഓൾസോ ഒരേ ഉയരണ്ട്. അതേപോലെ ഇങ്ങനെ വരും. 8 വരെ ഉള്ളൂ ഫംഗ്ഷൻ, 8 വരെ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണേ. g of x in the interval 1 g of x equals 0 ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? g of xൻ്റെ വാല്യൂ ഇൻറ്റഗ്രൽ 1 to x f of t dt ആണ്. And g of x equals 0 has
alpha is the number of solutions of g of x equals 0. But g of x is an integration 1 to x, and x is taking values from g of x equals 0 le number of solutions ആണ് in 1 8. 1 open 1 8 le open 1 close 8. Open 1 closed 8. Open 1 closed 8 number of solutions ആണ് alpha. അപ്പോൾ g of x equals 0. g of x എന്നാൽ 1 to x ആണ്. ഇതാണ് f of x. അപ്പോൾ 1 to x ആകുമ്പോൾ ഇതൊക്കെ സിമെട്രിക് ആണ് കണ്ടോ. അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് നമ്മളിപ്പം ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ ആയാൽ ഈ ഏരിയയും സെയിം ആണ്. അപ്പോൾ 0 ആണ്. അപ്പോൾ g of x equals 0 ആവുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇത് ഇൻറ്റഗ്രേഷൻ ആണ്, ശ്രദ്ധിക്കണം. g of x equals 0 ആവുന്ന ഒരു കഥയുണ്ട്. 1 to 3 g of x dx 0 ആണ് അല്ലേ. ഇൻറ്റഗ്രൽ അതായത് g of x equals 0, അതായത് 1 to 3 f of x dx 0 ആണ്. 1 to 3 f of x dx 0 ആണ്. കാരണം എന്താ, ഈ ഏരിയ 0 ആണ്. അപ്പോൾ 1-ന്റെ 8-ന്റെ ഇടയിൽ g of x equals 0 ആവുന്ന ഒരു കഥയുണ്ട്. ഇനി രണ്ടാമത്തെ കഥ എന്താ? 3 to 5 കണ്ടോ. 3 to 5. What is integral of 3 to 5 f of x dx equals 0? Again another solution. g of x equals 0 solution. പിന്നെയോ 5 to 8. നമുക്ക് 5 to 8 എടുത്താലോ. ഇന്റഗ്രൽ 5 to 8 അല്ല 5 to 7. 5 to 7 dx f of x dx. 5 to 7 എടുക്കാം. ശ്രദ്ധിക്കണേ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. 5 to 7 f of x dx. അപ്പോൾ 5 to 7 എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ ഏരിയ സെയിം ആണ്, 0 ആണ്. അപ്പം പക്ഷേ 7 to 8 പൂജ്യമല്ല. അപ്പോൾ 0-ന്റെയും 1-ന്റെയും 8-ന്റെ ഇടയിൽ ഇങ്ങനൊരു ഇതൊരു സൊല്യൂഷനാണ്, ഇതൊരു സന്ദർഭമാണ്, പൂജ്യമാവുന്ന സന്ദർഭമാണ്. ഇതൊരു സന്ദർഭമാണ്, ഇതൊരു പൂജ്യമാവുന്ന സന്ദർഭമാണ്. പിന്നെയോ ഇത് വേറെ സന്ദർഭമാണ്, പൂജ്യമാവുന്ന വേറെ സന്ദർഭം. ഇത് കണ്ടോ, ഇത് പൂജ്യമാവില്ല, അവിടെ കിടക്കും, നെഗറ്റീവാണ്. 1 to 8 എടുത്താൽ നെഗറ്റീവ് ആകുമ്പോൾ ഈ ഏരിയ എടുത്താൽ മതി, വേണമെങ്കിൽ ആ ഏരിയ വേണമെങ്കിൽ പറയാം. അപ്പോൾ g of x equals 0 1. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? there will be 3 solutions. ആൽഫയുടെ വാല്യൂ 3 ആണ്. there will be 3 solutions. therefore alpha is equal to 3. ആൽഫയുടെ വാല്യൂ 3 ആണ്. g of x equals 0 1 to 8 3 സൊല്യൂഷൻസ് ഉണ്ട്. g of അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. 3 സൊല്യൂഷൻസ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ 3 കിട്ടി. ഇതിന്റെ ചോദ്യം ബീറ്റയുടെ വാല്യൂ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 പ്ലസ് g of x by x minus 1 ആണ്. അത് എളുപ്പമാണ്. നോക്കൂ, ബീറ്റയുടെ വാല്യൂ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 പ്ലസ് g of x by x minus 1 ആണ്. നോക്കൂ, g of 0, g of 1 എന്ന് പറയുന്നത് 0 ആണ്. g of 1, what is g of 1? 1 to 1, 0 ആണ്. അപ്പോൾ ഇവിടെ g of 1 0 ആയതുകൊണ്ട് x minus 1 കൊടുക്കുമ്പോൾ 0 ആണ്. 0 by 0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. യു ക്യാൻ യൂസ് എൽ ഹോപ്പിറ്റൽ റൂൾ. എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിച്ചാൽ വാട്ട് ഇസ് ദ വാല്യൂ? ലിമിറ്റ് ഓഫ് എക്സ്റ്റെൻഡ്സ് ടു 1 plus g dash x by 1. What is g dash x? Leibniz rule ഉപയോഗിക്കാം. അടിപൊളി. g dash x. What is Leibniz rule? From this what you get? What is g dash x? g dash x is f of x. ഇതിന്ന് വരുന്നതാണ്. Leibniz rule പ്രകാരം g dash x f of x ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്താ? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 f of x ആണ്. And this is f of 1. And what is f of 1? f of 1 നമ്മൾ കണ്ടു. What is f of 1? f of 1 is 2. So f of 1 value 2 ആണ്. ഇത് 2 ആണ്. ഇത് 2 ആണ്. Therefore ബീറ്റയുടെ വാല്യൂ 2 ആണ്. Therefore alpha equals 3 and beta equals 2. Therefore alpha plus beta equals 5. ഇതാണ് ആൻസർ. ഇതൊരു നല്ല ചോദ്യമാണ് കേട്ടോ, സൂപ്പർബ് ചോദ്യമാണ്. അപ്പോൾ ആൻസർ ഇസ് 5. 5 is the answer. Paragraph. S equals 1, 2, 3, 4, 5, 6 and x be the set of all relations R from S to S satisfying both the following properties. R has exactly 6 elements. For each AB belongs to R, we have AB mod, A minus B mod bigger than or equal to 2. Let Y equals set of all x belongs to R such that the range of R has exactly 1 element. Z is that R belongs to X such that R is a function from S to S. R is a function from S to S. Na denotes number of elements in the set. Okay.
There are 2 questions based on parallel. Okay, നമുക്ക് നോക്കാം. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം എസ് ഈക്വൽസ് 1 2 3 4 5 6 ആണെങ്കിൽ എസ് ക്രോസ് എസിൽ 36 എലിമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ എസ് ക്രോസ് എസിന് ഒരുപാട് റിലേഷൻസ് എടുക്കാൻ പറ്റും. 2⁻36 റിലേഷൻസ് എടുക്കാൻ പറ്റും. ഇങ്ങനെ സാറ്റിസ്ഫൈഡ് എക്സ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ റിലേഷൻസ് ഫ്രം ആർ ഫ്രം എസ് ക്രോസ് എസ്, എസ് ടു എസ്. എസ് നിന്ന് എസിലേക്ക് പോകുന്ന കുറേ റിലേഷൻസ് ആണ് പറഞ്ഞത്. പക്ഷേ ഈ 2 പ്രോപ്പർട്ടീസ് ഉണ്ടാവുള്ളൂ. എക്സാക്ട്ലി 6 എലിമെന്റ്സ് ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മൾ 6 എടുക്കാം. ജനറലി 6 ഒന്നും എടുക്കാം. 6 എന്താ ജനറലി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 6 എടുക്കാം. എന്തൊക്കെയായിരിക്കും? 1 അത് എത്ര കേസ് ഉണ്ടാവും? 1 2 ഉണ്ടാവില്ല. 1 3 തൊട്ടിട്ടുണ്ടാവും അല്ലേ? 1 3 1 4 1 5 1 6 അതുണ്ടാവും. തിരിച്ചും ഉണ്ടാവും. 1 3 1 4 1 5 1 6 തിരിച്ചുണ്ടാവും. അപ്പം അങ്ങനെ 8 കേസസ്. പിന്നെ 2 2 4 2 4 2 5 2 6 ഇങ്ങനെ 6 കേസസ് അല്ലേ? പിന്നെ 3 1 ഇവിടെ ചെയ്യുമ്പം റിപ്പീറ്റേഷൻസ് അല്ല, തിരിച്ചിടുമ്പോൾ 3 1 ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. 3 1 അപ്പോൾ 3 1 എടുക്കാൻ പാടില്ല. 3 2 എടുത്തിട്ടില്ല. അപ്പോൾ 3 2 ഉണ്ടാവില്ല. 3 4 ഉണ്ടാവില്ല. 3 5 ഉണ്ടാവും. 3 5 3 6 3 5 3 6 ഉണ്ടാവും. 3 5 3 6 അപ്പോൾ 3 5 3 6 ഇങ്ങനെ 4 കേസ് ഉണ്ടാവും. 3 5 5 3 3 6 ഓക്കെ. ഇനി 4 1 നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. 4 2 ഇത് എടുത്തിട്ടുണ്ട്. 4 3 വേണ്ട. 4 5 വേണ്ട. 4 6 വേണം. 4 6 വേണം. കഴിഞ്ഞു ഒരു കേസ്. ഇനി 5 1 ഉണ്ട്. 5 2 എടുത്തിട്ടുണ്ടാവും. 5 3 എടുത്തിട്ടുണ്ടാവും. പിന്നെ 5 6 ഒന്നും വേണ്ട. 5 ഒന്നും വേണ്ട. പിന്നെ 6 1 നമ്മൾ എടുത്തു. ഇവിടെ എടുത്തു. 6 2 എടുത്തു. 6 3 എടുത്തു. 6 4 എടുത്തു. ഒക്കെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ എത്ര വരും? 4 6 4 6 4 6ഉം 6 4ഉം വരില്ലേ? അപ്പോൾ 2 കേസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കേസ് ഉണ്ടാവും. മൊത്തം ഇത്ര കേസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മൊത്തം എത്ര കേസേ ഉണ്ടാവും? അപ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത്ര കേസ് ഉണ്ടാവും. 8ഉം 4ഉം 6ഉം 4ഉം 10 10ഉം 10ഉം 20 കേസ് ഉണ്ടാവും. അപ്പോൾ ദിൽ ബി ഓൺലി 20 കേസസ്. അത്രയേ ഉള്ളൂ. 20 കേസ് ഉണ്ടാവും. 20 ഓർഡേർഡ് പേഴ്സ് ഉണ്ടാവും ആ 6ൽ അല്ലേ? പിന്നെ ആ 6ൽ എക്സാക്ട്ലി 6 എലിമെന്റ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. X is not the number of elements in X. X is in the set of all relations from S cross S. MC6. 20 എണ്ണത്തിന് 6 എണ്ണം ചൂസ് ചെയ്യുക. അപ്പോൾ യു ചൂസ് 20 എലിമെന്റ്സ് നിന്ന് 6 എണ്ണം ചൂസ് ചെയ്യുക. അതായിരിക്കും NX അല്ലേ? അപ്പോൾ NX will be 26X. 20 ഓർഡേർഡ് പേഴ്സാണ് മൊത്തം ഉണ്ടാവുക. കാരണം ഈ മോഡ് A - B > 2 ആവുന്ന ആകെ 20 ഓർഡേർഡ് പേഴ്സാണ് ഉണ്ടാവുക. അതിന് 6 എണ്ണം ചൂസ് ചെയ്യുക. It can be done in 26 ways. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താ? 20 ആണ്. വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. Only thing is that you have to list out the 20 ordered pairs. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. അടുത്ത ചോദ്യം എന്താ? അതേ ചോദ്യം തന്നെയാണ്. എന്താ? ny + nz = k² ആണെങ്കിൽ what is mod k? y എന്താ? റേഞ്ച് ഓഫ് ആർ ഹാവിങ് എക്സാക്ട്ലി 1 എലിമെന്റ്. നോക്കൂ, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആ ഓർഡേർഡ് പേരിലെ ഫസ്റ്റ് എൻട്രീസ്. അപ്പോൾ ഇതാണ് റിലേഷൻ എങ്കിൽ ഇതിൽ ഡൊമെയിൻ എന്താ? 1 2 3 4. ഡൊമെയിൻ ഓഫ് ദറ്റ് സെറ്റ് 1 2 3 4 ആണ്. റേഞ്ച് ഓഫ് ദറ്റ് സെറ്റ് എന്താ? 3 4 5 6. Range is the set of all second entries. Domain is the set of all first entries. NCERT ആണ്. ജസ്റ്റ് NCERT ആണ്. അപ്പോൾ ഇതിൽ
y is a range of exactly one element. ഒരിക്കലും ആറിൽ എക്സാക്ട്ലി വൺ എലിമെന്റ് ആയിട്ടുള്ള റേഞ്ച് ഉണ്ടാവില്ല. ഇതാണ് ആറെങ്കിൽ ദർ വിൽ ബി മോർ ദാൻ വൺ എലിമെന്റ്. അപ്പൊ എൻ വൈയുടെ വാല്യൂ 0 ആണ്. എൻ വൈയുടെ വാല്യൂ 0 ആണ്. ഉറപ്പാണ് എൻ വൈയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇനി എന്താ അടുത്തത്? Z is set of all x such that R is a function from S to S. R is a function from S to S. അപ്പം നമ്പർ ഓഫ് അതിന്ന് എത്ര ഫങ്ഷൻസ് ഉണ്ടാവുന്ന ചോദ്യം അല്ലേ? ആർ ഇസ് എ ഫങ്ഷൻ ഫ്രം എസ് ടു എസ്. അതിൽ നിന്ന് ആ റിലേഷനിൽ ഫങ്ഷൻ ആയിട്ട് എത്ര ഉണ്ടാവും? അതാണ് ക്വസ്റ്റ്യൻ. ഹൗ മെനി റിലേഷൻസ് വിൽ ബി ദർ വിച്ച് ആർ ഫങ്ഷൻസ്? അപ്പൊ ഇതില് എൻ വൈയുടെ നോക്കൂ, വൈ പറഞ്ഞ എന്താ? റേഞ്ച് ഓഫ് ആർ ഹാവിങ് എക്സാക്ട്ലി വൺ എലമെന്റ്. ഇതില് ഡൊമെയിൻ കൊണ്ട് വൺ ഡൊമെയിൻ ഇതാണ്. വൺ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രീസ് ആണ്, റേഞ്ച് പറഞ്ഞാൽ സെക്കൻഡ് എൻട്രീസ് ആണ്. അപ്പൊ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ്. റേഞ്ച് എന്താ? 3 4 5 6 ആണ്. ഇതാണ് റേഞ്ച് 3 4 5 6. റേഞ്ച് 3 4 5 6 ആണ്. ഡൊമെയിൻ ഫസ്റ്റ് എൻട്രീസ് 1 2 3 4 ആണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും റേഞ്ചില് എക്സാക്ട്ലി വൺ എലമെന്റിനുള്ള സന്ദർഭം ഉണ്ടാവില്ല. എന്തായാലും ഈ വൈയിലെ എക്സാക്ട്ലി വൺ എലമെന്റ് എന്നുള്ള സന്ദർഭം ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ വൈയുടെ വാല്യൂ 0 ആണ്. അത് ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് എൻ സെഡ് കാണാം, ഫങ്ഷൻസ് കാണാം. ഫങ്ഷൻസ് കാണാൻ നോക്കൂ. 1 എടുത്ത ഭാഗത്ത് 1 ഉം 2 ഉം 3 ഉം 4 ഉം 5 ഉം 6 ഉം ഉണ്ട്. 1 2 3 4 5 6 അല്ലേ? അപ്പൊ 1 ക്യാൻ ഗോ ടു റേഞ്ച് ആവുമ്പോൾ 1 ക്യാൻ ഗോ ടു റിലേഷന് ഫങ്ഷൻസ് ആയിട്ട് എടുക്കുകയാണ്. 1 ക്യാൻ ഗോ ടു 1 3ലേക്ക് പോവാം, 4ലേക്ക് പോവാം, 5ലേക്ക് പോവാം, 6ലേക്ക് പോവാം അല്ലേ? 2 ക്യാൻ ഗോ ടു 4 5 6 റെഡി അല്ലേ? 3 ക്യാൻ ഗോ ടു 1 5 6. 4 can go to 1 2 6. 5 can go to രണ്ടോ രണ്ടരേക്കാൾ വലുതോ ആണ്. 5 can go to 1 2 3. That's all. 6 can go to 1 2 3 4. അത്രയും. അപ്പൊ ഇതാണ് റിലേഷൻ. ഇത്രയും കേസിൽ ഫങ്ഷൻസ് പറ്റും. അപ്പൊ 1 ക്യാൻ ഗോ ടു 3 4 5 6. അപ്പൊ എന്താവും? 4C1 ways അല്ലേ? 1 ക്യാൻ ഗോ 1നെ ആ 3 4 5 6 ആരെങ്കിലും ഒരാളെ പിടിച്ചിട്ട് അയാളിലേക്ക് 1 എടുക്കാം. 4C1 ways അല്ലെങ്കിൽ 4 ways. 2 ക്യാൻ ഗോ ഇൻ 3 ways, 3C1 ways. 3 ക്യാൻ ഗോ ഇൻ 3C1 ways. 4 ക്യാൻ ഗോ ഇൻ 3C1 ways. And 5 can go in 3C1 ways, and 6 can go in 4C1 ways. അപ്പോൾ അതാണ് ടോട്ടൽ ഫങ്ഷൻസ്. അപ്പോൾ ടോട്ടൽ ഫങ്ഷൻസ് is equal to this. എത്ര വരിക? 4 4 16 into 3 3 is 9 9 9 is 81. 3 into 81. അപ്പോൾ ഇതാണ് ഇത് 4 into 9 സ്ക്വയർ ആണ്. ഇതാണ് കെ സ്ക്വയർ. അപ്പോൾ കെയുടെ വാല്യൂ 36 ആണ് ആൻസർ. ഇത് ഇങ്ങനെ ചെയ്താലും മതി. 4C1 വേണം ആവശ്യമില്ല. 4 into 3 into 3 into 3 into 3 into 4 ആക്കിയാലും മതി, കുഴപ്പമില്ല. കാരണം ഒരാളെയല്ലേ പിടിക്കാൻ പറ്റില്ല, ഒരാൾക്ക് രണ്ടാളെ പിടിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഈ ഫംഗ്ഷൻ അല്ലേ, ഫംഗ്ഷൻ എവറി എലിമെന്റ് ക്യാൻ ഗോ ടു യുണീക്ക് എലിമെന്റ് അല്ലേ. വൺ ക്യാൻ ടേക്ക് എനി ഓഫ് ദ വാല്യൂസ്. ഇതിപ്പോൾ പിടിച്ച വാല്യൂവിനെ പിന്നെയും പിടിച്ചുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ. ഓക്കെ റൈറ്റ്. 2 will go. Answer is 36. പിന്നെ അടുത്ത ചോദ്യം, f from 0 pi by 2 to 0 1 be a function defined by f of x equals sin square x and g of x from 0 to pi by 2 0 infinity be a function defined as g of x equals pi x by 2 minus x square. 2 questions, paragraph question. ഓക്കെ, അപ്പോൾ നമുക്കിത് കിങ്സ് റൂൾ അല്ലേ, ഇത് ഐ ആയിട്ട് എടുക്കാം. ലെറ്റ് ഇറ്റ് ബി ഐ ഈക്വൽസ് ട്വൈസ് ഓഫ് 0 to pi by 2. f of xന്റെ വാല്യൂ എന്താ? sin square x into g of xന്റെ വാല്യൂ. നമുക്ക് g of x ഒന്ന് വൃത്തിയിൽ എഴുതാം. g of x can also be written as root of
pi x into pi by 2 minus x വെക്കാം കുഴപ്പമില്ലല്ലോ. അപ്പോൾ it is root of x into pi by 2 minus x plus integral of 0 to pi by 2 minus integral of 0 to pi by 2 x into root of x into root of pi by 2 dx. ഓക്കെ, ഇനി ഇത് ഇവിടെ കിങ്സ് റൂൾ ഉപയോഗിക്കാം. കിങ്സ് റൂൾ അറിയാതെ നമുക്ക് ഇന്റഗ്രൽ a to b f of x is ഇന്റഗ്രൽ a to b f of a plus b minus x dx. അപ്പോൾ അവിടെ കിങ്സ് റൂൾ ഉപയോഗിച്ചാൽ യൂസ് കിങ്സ് റൂൾ ഉപയോഗിക്കാം. അപ്പം എന്താവും, ട്വൈസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് 0 to pi by 2 sin square becomes cos square into root of അതന്നെ വരും. ഇവിടെ pi by 2 minus x അവിടെ x ആവും. അപ്പോൾ അതന്നെ x into pi by 2 minus x മാറില്ല. മൈനസ് ഇത് മാറില്ല. ഇന്റഗ്രൽ 0 to pi by 2 ഇവിടെ x pi by 2 minus x ആവും. അവിടെ pi by 2 minus pi by 2 minus x തന്നെയാവും. അപ്പോൾ ദിസ് ഇസ് റൂട്ട് ഓഫ് x into pi by 2 minus dx. അപ്പം ഇത് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ആഡ് ചെയ്താൽ 2i ഈക്വൽസ് ആഡ് ചെയ്താൽ ട്വൈസ് ഓഫ് ഇന്റഗ്രൽ 0 to pi by 2 sin square x plus cos square x 1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് x into pi by 2 minus x അല്ലേ dx മൈനസ് ആഡ് ചെയ്യുമ്പോൾ ട്വൈസ് ഓഫ് ഇന്റഗ്രൽ 0 to pi by 2 റൂട്ട് ഓഫ് x into pi by 2 minus x. ഒരു വ്യത്യാസമില്ല. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാവും. ദ വാല്യൂ വിൽ ബി 0. For 2i equals 0, i is equal to 0. 0 is the answer. സിമ്പിൾ ചോദ്യമാണ് അല്ലേ? റൈറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ ചോദ്യം എന്താ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 16 by pi cube into f of x dx, f of x g of x. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇതിനെ i ആയിട്ട് എടുക്കാം. ടേക്ക് ദിസ് as i. ഇന്റഗ്രൽ 0 to pi by 2 f of x g of x. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇന്റഗ്രൽ ഓഫ് 0 to pi by 2 f of x എന്നാൽ sin square x ആണ് അല്ലേ? sin square x into g of x എന്നാൽ റൂട്ട് ഓഫ് pi x by 2 minus x square ആണ് dx. ഇവിടെ നിങ്ങൾക്ക് കിങ്സ് റൂൾ ഉപയോഗിക്കാം. കിങ്സ് റൂൾ ഉപയോഗിച്ചാൽ എന്താ കിട്ടുക? i is equal to integral of 0 to pi by 2 sin square x into root of pi x by 2 minus x square. Pi x by 2 minus x square dx. King's rule ഉപയോഗിക്കാം. Therefore I is equal to integral of 0 to pi by 2 cos square x into root of pi x by 2 minus x square dx. ഇത് ആഡ് ചെയ്യാം. അപ്പോൾ 2i is equal to ഇന്റഗ്രൽ ഓഫ് എന്നോട് കോസ് സ്ക്വയർ ആയത് മനസ്സിലായില്ലേ? സൈനിന് പകരം എക്സിന് പകരം pi by 2 മൈനസ് ഇവിടെ pi by 2 മൈനസ് വെച്ചാൽ മാറില്ല. ഇത് മാറാത്ത കാരണം എന്താ അറിയോ? ഇത് ആക്ച്വലി pi x ഇത് ആക്ച്വലി ഇങ്ങനെയാണ്. ദിസ് ഇസ് pi by 2 into x minus pi by 2 x അല്ലേ? pi by 2 into അല്ല x into pi by 2 minus x. ഇതാണ് x into pi by 2 minus x എഴുതാം. അപ്പോൾ അതുകൊണ്ടാണ് കിങ്സ് റൂൾ മാറാത്തത് കേട്ടോ. റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു പൈ ബൈ 2 മൈനസ് എക്സിന് പകരം പൈ ബൈ 2 മൈനസ് എക്സ് മാറില്ല. സിമെട്രിക് ആണ്. അബൌട്ട് എക്സ് ഇക്വൽസ് പൈ ബൈ 2 അല്ലേ? അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇന്റഗ്രൽ 0 to pi by 2 sin square plus cos square ഇത് കോമൺ എടുക്കാം. റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു പൈ ബൈ 2 മൈനസ് dx. അപ്പോൾ അത് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ടൊക്കെ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് വേ എന്താ വെച്ചാൽ ഇത് മാത്രം ചെയ്യുമ്പോൾ എന്താ കിട്ടാം? ഇറ്റ് ഈസ് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് പൈ ബൈ 2x അല്ലേ? ഇതിനുള്ള മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് പൈ ബൈ 2x. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ എക്സിൻ്റെ കൂടുതലാണ് പൈ ബൈ 2 അതിൻ്റെ പകുതി പൈ ബൈ 4. അപ്പോൾ പ്ലസ് പൈ ബൈ 4ൻ്റെ സ്ക്വയർ അപ്പോൾ പൈ സ്ക്വയർ ബൈ 16 മൈനസ് പൈ സ്ക്വയർ ബൈ 16 ഇങ്ങനെ എഴുതണം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പൈ സ്ക്വയർ ബൈ 16 മൈനസ് എക്സ് മൈനസ് പൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് പൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ വരും അല്ലേ?
അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുക ഇൻറ്റഗ്രൽ ഓഫ് 0 to pi by 2 root of pi square by 16 minus x minus pi by 4 square dx. ഇതാണ് 2i. ഇവിടെ എക്സ് മൈനസ് പൈ ബൈ 4ന് ടി കൊടുക്കാം. അപ്പോൾ എക്സ് മൈനസ് പൈ ബൈ 4ന് ടി കൊടുത്താൽ പൈ ബൈ 4ന് ടി കൊടുത്താൽ ഡി എക്സ് ഡി ടി തന്നെ ആവും. അപ്പോൾ ദിസ് ബിക്കംസ് ഇൻറ്റഗ്രൽ ഓഫ് എക്സ് 0 ആകുമ്പോൾ മൈനസ് പൈ ബൈ 4 അല്ലേ, എക്സ് പൈ ബൈ 2 ആകുമ്പം വീണ്ടും പൈ ബൈ 4 റൂട്ട് ഓഫ് പൈ സ്ക്വയർ ബൈ 16 മൈനസ് ടി സ്ക്വയർ ഡി ടി. ദിസ് ഇസ് 2i. ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ട്വൈസ് ഓഫ് നമുക്ക് ഇങ്ങനെ എഴുതാം, ട്വൈസ് ഓഫ് മൈനസ് പൈ ബൈ 4 മാറ്റാം. അപ്പോൾ 0 to പൈ ബൈ 4 ഈ 2 വേണമെങ്കിൽ കളയാം. അപ്പോൾ 2i ഈക്വൽസ് ദാറ്റ്. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യാം? ഹൗ ടു ഇൻ്റഗ്രേറ്റ് ദിസ്? ഇത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഫോർ i is equal to integral 0 to pi by 4 root of pi square by 16 minus t square. ആ ടിക്ക് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പോരെ? You can put t equals pi by 4 sin theta കൊടുത്തൂടെ? പൈ ബൈ 4 സൈൻ തീറ്റ കൊടുക്കാം. അപ്പോൾ പൈ ബൈ 4 സൈൻ തീറ്റ കൊടുത്താൽ ഡി ടിയുടെ വാല്യൂ എന്താ? പൈ ബൈ 4 കോസ് തീറ്റ ഡി തീറ്റയാണ് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എക്സ് 0 ആകുമ്പം സൈൻ തീറ്റ 0 ആകും, തീറ്റ 0 ആവും. എക്സ് പൈ ബൈ 4 ആകുമ്പോൾ സൈൻ തീറ്റ 1 ആവും, ഇത് പൈ ബൈ 2 ആവും. പിന്നെ റൂട്ട് ഓഫ് പൈ സ്ക്വയർ ബൈ 16 മൈനസ് പൈ സ്ക്വയർ ബൈ 16 കോസ് സൈൻ സ്ക്വയർ 16. അപ്പോൾ എന്താ പറയുക? റൂട്ട് ഓഫ് പൈ സ്ക്വയർ ബൈ 16 മൈനസ് പൈ സ്ക്വയർ ബൈ 16 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു പൈ ബൈ 4 കോസ് തീറ്റ ഡി തീറ്റ. ഐയുടെ വാല്യൂ എന്താ? പൈ ബൈ 4 വേണമെങ്കിൽ പുറത്തെടുക്കാം. ഈ പൈ സ്ക്വയർ ബൈ 16 പുറത്തെടുത്താൽ പൈ ബൈ 4 ആവും, വീണ്ടും പൈ ബൈ 4 വന്നു. പിന്നെ ഇൻ്റഗ്രൽ ഓഫ് 0 to pi by 2 എന്ത് വരും? ഇവിടെ കോസ് തീറ്റ വരും, കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ. So this is pi square by 16 into integral of 0 to pi by 2 cos square theta and pi by 4 അല്ലേ. 1 by 2 pi by 2, it is pi by 2 pi by 4. Integral of reduction formula നമ്മൾ പഠിക്കുന്ന integral 0 to pi by 2 cos square theta is 1 by 2 1 by pi by 2. അപ്പോൾ ഇതാണ് വാല്യൂ, ഇതാണ് ഐയുടെ വാല്യൂ. ഐയുടെ വാല്യൂ പൈ ക്യൂബ് ബൈ 64 ആണ്. എന്താ ചോദ്യം ഇവിടെ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 16 by pi cube? ഇതാണ്. അപ്പം ആൻസർ ഇസ് ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 16 by pi cube into ഐയുടെ വാല്യൂ നമുക്ക് കിട്ടി. എന്താ ഐയുടെ വാല്യൂ? പൈ ക്യൂബ് ബൈ 64. ഇതിൻ്റെ വാല്യൂ പൈ ക്യൂബ് ബൈ 64 ആണ്. അപ്പോൾ പൈ ക്യൂബ് ബൈ 64 ഇവിടെ പ്ലഗ് ചെയ്യാം ഇൻറ്റു പൈ ക്യൂബ് ബൈ 64. ആൻസർ ഇസ് 1 by 4 or ആൻസർ ഇസ് 0.25. 1 by 4 is 0.25 is answer. ഇതോടുകൂടി നമുക്ക് ഈ സെക്കൻഡ് പേപ്പർ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. Okay, thank you very much.